Hallelujah. Blessings. Hallelujah. Chancellor. ഹായ് ഡിയർ ഫ്രണ്ട്സ്, കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം. നമ്മൾ ഒരു ചെറിയ ലൈവ്, കുറച്ച് ചില ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കാനാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. ഇതിൽ ഈ ലൈവിൽ ഇപ്പോൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ജിനു ബ്രദർ, ബാബു കുരുള, നീമ ബിനു, മോഹൻ ചാക്കോ സൗദിയിൽ നിന്ന്, താങ്ക് യു ഫോർ ജോയിനിങ്. ഹായ് ജിനു, ബ്ലസ് യു. ബൈജു ആൻസലം, യാ ആർച്ച് ബിഷപ്പ് വെല്ലൂരിൽ നിന്നുള്ള, താങ്ക് യു ബിഷപ്പ് ഫോർ joining. Iban Emmanuel, hi dear friends, thank you. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫ്രീഡം ഫ്രം ദ ഹൊറർ തിയോളജി ടു ഹാപ്പി തിയോളജി എന്ന ഒരു ടൈറ്റിലിൽ ദൈവവചനത്തിലെ ചില ചിന്തകൾ നിഷ്പക്ഷമായിട്ട് പഠിക്കുകയാണ്. കഴിഞ്ഞ 2 ലൈവുകളിൽ, അതായത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആരംഭ ലൈവിലും 2ാമത്തെ ലൈവിലും അത് കേട്ട പലർക്കും സത്യത്തിൽ വലിയ അനുഗ്രഹമായിരുന്നെന്നും വലിയ സ്വാതന്ത്ര്യമായിരുന്നുവെന്നും അറിയാൻ പറ്റിയതിൽ ഞാൻ ഒരുപാട് കർത്താവിനെ സ്തുതിക്കുന്നു. അതിന് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ ലഭിച്ചു. ചില പേജുകളിൽ അത് വലിയ ഡിസ്കഷനും പിന്നെ അനാവശ്യമായിട്ടുള്ള കമൻറ്റുകൾക്കൊക്കെ ആ വീഡിയോസ് സാക്ഷി വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ ഹൊറർ തിയോളജിയിൽ നിന്ന് ഹാപ്പി തിയോളജിയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ പോകുന്നത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളാണ്. 12 മുതലുള്ള വാക്യമാണ്. അവിടെ 6 മുദ്രകൾ, ഞാൻ പറഞ്ഞു 6 മുദ്ര, 6ാമത്തെ മുദ്ര പൊട്ടിക്കുന്ന ഒരു സംഭവമാണ് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ആരംഭമായിട്ട് വായിക്കാം. വലിയൊരു ഭൂകമ്പം ഉണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമായി തീർന്നു. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. പുസ്തക ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രരും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ വീഴുവിൻ, മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുഖം കാണാതെ വണ്ണവും കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണവും ഞങ്ങളെ മറപ്പിൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ തിരുവെഴുത്തുകൾ 6ാമത്തെ മുദ്രയെക്കുറിച്ച്, 6ാം മുദ്ര നമ്മൾ കഴിഞ്ഞ 2 ലൈവുകളിൽ ഞാൻ പറഞ്ഞു. ഈ 6 മുദ്രകളിൽ ആദ്യത്തെ 4 മുദ്രകൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ ആരംഭ ഭാഗത്ത് കർത്താവ് പറയുന്ന ഈറ്റുനോവിൻ്റെ ആരംഭം എന്ന് പറയുന്ന ആ സംഭവങ്ങളുടെ പരമ്പരകളാണ് ആദ്യത്തെ 4 മുദ്രകളിൽ പൊട്ടിച്ച്, അല്ലെങ്കിൽ മുദ്രകൾ പൊട്ടിക്കുമ്പോൾ സംഭവിച്ചത്.
അതായത് മത്തായിയുടെ സുവിശേഷം 24 അധ്യായവും വെളിപ്പാട് പുസ്തകത്തിൻ്റെ തമ്മിൽ വലിയ പൊരുത്തമുണ്ട്. അത് രണ്ടും പാരലാണ്, അത് രണ്ടും പരസ്പര പാരലായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ മുതൽ നമ്മൾ 4 കുതിരകളെ കണ്ടു. വെള്ള കുതിര, അത് ജയിപ്പാനായി പുറപ്പെട്ട ഒരാളെ കാണുന്നു. അത് യേശുക്രിസ്തു ആണെന്ന് ചിലർ പറയുന്നത് യേശുക്രിസ്തു അല്ല. കാരണം ജയിപ്പാൻ പുറപ്പെടുന്നവൻ യേശു അല്ല. കാരണം യേശു ഓൾറെഡി ജയിച്ചവനാണ്. അതുകൊണ്ട് വെള്ളക്കുതിരപ്പുറത്ത് വരുന്നുവെന്ന് കാണുമ്പോൾ ഉടനെ അത് യേശു ആണെന്നുള്ള ധാരണയിൽ ചിലർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ ആദ്യത്തെ ആ മുദ്ര പൊട്ടിച്ചപ്പോൾ പുറത്തു വന്ന കുതിരയിൽ വന്ന ആൾ യേശു അല്ല, വില്ല് കയ്യിൽ വെച്ചിരിക്കുന്ന ഒരാൾ. അത് ഞാൻ പറഞ്ഞത് റോമൻ സൈന്യത്തിൻ്റെ സൈനാധിപനായ നീറോ, ചക്രവർത്തിയായിരിക്കുന്ന നീറോ അധികാരപ്പെടുത്തി കിരീടം ലഭിച്ചു എന്ന് പറഞ്ഞാൽ അധികാരം ലഭിച്ച ഒരാൾ യെരൂശലേമിനെ നശിപ്പിക്കാനായിട്ട് വരുന്ന കാഴ്ചയാണ്. അപ്പോൾ അത് വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വിഷയം, ദൂരെ നിന്ന്, വില്ലെന്ന് പറയുമ്പോൾ ദൂരെ നിന്ന് വരുന്ന ഒരു ശത്രുവിനെയാണ് കാണുന്നത്, അത് സമീപമായിട്ടില്ല. ഇനി 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ചുമന്ന കുതിരയാണ്. അത് പരസ്പരം കൊല്ലുവാൻ, അത് സിവിൽ വാറാണ് എന്ന് ഞാനത് വ്യക്തമാക്കി. സിവിൽ വാർ എന്ന് പറയുമ്പോൾ ഞാനിത് വീണ്ടും ആരംഭമായിട്ട് ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ അവരെ ഉദ്ദേശിച്ച് ഞാൻ പറയാം. സിവിൽ വാർ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ നടുവിൽ നടന്ന സെലറ്റ്സ് മൂവ്മെൻറ്റ്സും ജൂഡിയൻ പ്രൊവിഷണൽ മൂവ്മെൻറ്റുകളുടെ തമ്മിലുള്ള 2 ചേരിതിരിഞ്ഞുള്ള അക്രമം. അങ്ങനെ അവരുടെ നടുവിലുണ്ടായിരുന്ന ആ സെലറ്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ്, അവരുടെ ഇടയിലുണ്ടായിരുന്ന ആ സിവിൽ വാറാണ്, റിബലിയൻസാണ്. അവരുടെ ഇടയിലുള്ള യുദ്ധത്തെ അടിച്ചമർത്തൽ ചെയ്യാൻ വേണ്ടിയാണ് റോം അതിൽ ഇടപെടുന്നത്. അങ്ങനെയാണ് മനുഷ്യർക്ക് പരസ്പരം കൊല്ലുവാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായി വരുന്നത്. അടുത്ത നമ്മൾ കാണുന്ന 3-ാമത്തെ മുദ്രയിൽ കാണുന്നത് ഒരു കറുത്ത കുതിര വരുന്നു. അത് ക്ഷാമത്തെയാണ് കാണിക്കുന്നത്. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ജോൺ ഗിസ്കാല എന്ന് പറയുന്ന ഒരു സെലറ്റ് മൂവ്മെൻറ്റിൻ്റെ നേതാവ്, അദ്ദേഹം യെരൂശലേമിൻ്റെ അകത്ത് ഗോഡൗണിൽ, അവരുടെ സ്റ്റോർ ഹൗസിൽ സൂക്ഷിച്ചിരുന്ന എല്ലാ ധാന്യങ്ങളെയും തീയിലിട്ട് ചുട്ടുകളയുന്നു. 1 വർഷത്തോളം ജീവിക്കാൻ കരുതൽ ഉള്ള, അല്ലെങ്കിൽ അത്രയും കരുതൽ ശേഷിയുള്ള സ്റ്റോർ ഹൗസാണ് ജോൺ ഗിസ്കാല ബുദ്ധിശൂന്യമായിട്ട് കത്തിച്ചു കളഞ്ഞത്. ദൈവം കരുതിക്കൊള്ളും എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ ക്ഷാമമുണ്ടാകുന്നത്. എണ്ണയ്ക്കും വീഞ്ഞിനും ഒന്നും തുടരുതെന്ന് പറയുന്നു. അത് കാരണം അത് എണ്ണയും വീഞ്ഞും നശിപ്പിച്ചിരുന്നില്ല. അതായത് യെരൂശലേം ദേവാലയത്തിനകത്ത് ധാരാളം ഓയിലും, ഒലിവ് ഓയിലും മറ്റും വീഞ്ഞും ആലയത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരുന്നു. ജോൺ ഗിസ്കാല അത് നശിപ്പിക്കാത്തത് കൊണ്ട് അത് പിന്നെ അവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റി. അങ്ങനെയാണ് 3-ാമത്തെ മുദ്ര കാണുന്നത്. 4-ാം മുദ്രയിൽ നമ്മൾ കാണുന്നത് മഞ്ഞ നിറമുള്ള, മഞ്ഞ എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥം പേൽഗ്രീനാണ്. പേൽഗ്രീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം ശവങ്ങൾ, മരിച്ച ശരീരത്തെ ശവം ജീർണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിറമുണ്ട്. ഒരു പച്ച നിറമാണോ, മഞ്ഞളിച്ച പച്ച, അതായത് ഒരു ശവത്തിൻ്റെ കളറാണ്. അത് വാസ്തവത്തിൽ അവിടെ തന്നെ അങ്ങനെ തന്നെ അവിടെ എഴുതിയിരിക്കുന്നത് ശവം അല്ലെങ്കിൽ മരണം എന്ന പേരിലാണ് അത് അതിനകത്ത് കുതിരയുടെ പുറത്തിരിക്കുന്ന ആൾ വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കാണുന്നത് പാതാളം അദ്ദേഹത്തെ പിന്തുടരുന്നുണ്ട്. 4 കാര്യങ്ങൾ ഒരുമിച്ച് അവിടെ സംഭവിക്കുന്ന. വാളുണ്ട്, ക്ഷാമമുണ്ട്, മഹാവ്യാധിയുണ്ട്, കാട്ടുമൃഗമുണ്ട്. ഇത് 4ഉം കൂടെ ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാനായിട്ട്. ഇതേ വാക്യങ്ങൾ ഇതുപോലെ തന്നെ നമുക്ക് ഇസ്രായേലിൻ്റെ മുമ്പ് ബാബേൽ പ്രവാസത്തോടുള്ള ബന്ധത്തിൽ ബാബേൽ വന്ന് ഇവരെ ആക്രമിക്കുന്ന സമയത്ത് എസേക്കിയേൽ പ്രവചിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എസേക്കിയേൽ 14-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ഈ 4 ക്ഷാമവും വാളും മഹാവ്യാധിയും കാട്ടുമൃഗങ്ങളും നിങ്ങൾക്ക് വരുമെന്നുള്ളത്. സോ ഇതൊക്കെ ഭാവിയിൽ സംഭവിക്കുന്ന കാര്യമല്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നമ്മളിവിടെ ഭീതി ജനിപ്പിക്കുന്ന, ഭയം ഉണ്ടാക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലർ വായിക്കാറില്ല. കാരണം അത് ഭയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ്. ഞാനും വർഷങ്ങളോളം ഈ പുസ്തകം പഠിച്ചിട്ടില്ല. കാരണം
പഠിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതുവരെ ആരും കൃത്യമായിട്ട് ഒരേ ആശയത്തിൽ നിന്ന ഒരു സാഹചര്യം ഒരിക്കലും വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഉണ്ടായിട്ടില്ല. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ എവിടെ ആര് പഠിപ്പിച്ചാലും, ടി ജെ ശോമയിലായിരുന്നു ആദ്യ സമയത്ത് ഞങ്ങളുടെ പുനലൂരായിരുന്നപ്പോൾ ഇത് പഠിപ്പിച്ചത്. അദ്ദേഹം പഠിപ്പിക്കുന്ന പോലെ ആയിരുന്നില്ല ഈ അതിരൂപൻ എന്ന് പറയുന്ന ദേവദാസൻ പഠിപ്പിച്ചത്. അദ്ദേഹം പഠിച്ചതുപോലെ ആയിരുന്നില്ല ജോൺ, ഒരു ബ്രദറൻ കർത്താവിൻ്റെ ദാസനുണ്ട്, അദ്ദേഹം പഠിപ്പിച്ചത്. ഇവരെല്ലാം പഠിപ്പിക്കുമ്പോൾ വ്യത്യസ്തമായിട്ട് നിലയിലാണ് ഇത് വരുന്നത്. പക്ഷെ ബൈബിള് സത്യം എപ്പോഴും ഒന്നേ ഉള്ളൂ. സത്യം ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ അത് അസത്യമാണ്. അതുകൊണ്ട് വെളിപ്പാട് ദിവസം പഠിക്കത്തില്ലല്ലോ. പിന്നെ രണ്ടാമത്തത്, ഈ മനുഷ്യജാതിക്ക് മുഴുവനൊരു മഹാ കഷ്ടം വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ലോജിക്കല്ലാതെ നമുക്ക് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ഒരു യുക്തിയില്ലാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. കാരണം മാനവരാശിയോട് ദൈവം ഇന്ന് വരെ ഒരു ഉടമ്പടിയും ചെയ്തിട്ടില്ല. ദൈവം ഉടമ്പടി ചെയ്തത് ഇസ്രായേലിനോടാണ്. ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തു. ഇസ്രായേലാണ് വാസ്തവത്തിൽ ഈ കവനൻ്റ് ബ്രേക്ക് ചെയ്തത്. ഇസ്രായേലിൻ്റെ പേരാണ് ദൈവം ന്യായവിധിയുടെ ദൂതുമായിട്ട് പ്രവാചകനെ അയച്ചത്. ഇസ്രായേലാണ് പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞത്. ഇസ്രായേലാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന മർമ്മം മഹദിയാം ബാബിലോൺ, അത് ഇസ്രായേലാണ്. അത് കത്തോലിക്ക സഭയാണെന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട്. അല്ല, കത്തോലിക്ക സഭയല്ല മർമ്മം മഹദിയാം ബാബിലോൺ. അത് 100% ഇസ്രായേലാണ്. സകല പ്രവാചകന്മാരുടെയും സകല അപ്പോസ്തലന്മാരുടെയും രക്തം അവളിലാണ് എന്ന ബൈബിളിലെ വാക്യം. കർത്താവായ യേശു പറയുന്നൊരു വാചകം കൂടെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ട്. അതെങ്ങനെയാണ്? യെറുശലേമിൻ്റെ യെറുശലേമിൻ്റെ പുറത്ത് ഒരു പ്രവാചകനും കൊല്ലപ്പെടത്തില്ല എന്ന് പറഞ്ഞാൽ യെറുശലേമിനകത്തെ കൊലപാതകം നടക്കത്തുള്ളതാണ്. അപ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും എല്ലാ അപ്പോസ്തലന്മാരുടെയും രക്തം കുടിച്ചത് ഈ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറഞ്ഞ യെറുശലേമിലാണ്. സോ ഇങ്ങനെ വെളിപ്പാട് പുസ്തകത്തിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തിലാണ് ദൈവം കാര്യങ്ങളെ ഇടപെട്ട് സംസാരിക്കുന്നത്. അവരുടെ അവിടെ ന്യായവിധിയും മറ്റ് ദൈവത്തിൻ്റെ പ്രതികാര ദിവസം എന്നൊക്കെ നമ്മൾ കാണുന്നത്. പ്രതികാര ദിവസം ദൈവം മനുഷ്യജാതിക്ക് വെച്ചിട്ടില്ല. പ്രതികാര ദിവസം ഇസ്രായേലിന് വേണ്ടി മാത്രമായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന 4 മുദ്രകളിലെ ആ വിഷയങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശു മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ ആരംഭമായിട്ട് പറഞ്ഞിരിക്കുന്ന ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭം. അപ്പോൾ ഈറ്റുനോവിൻ്റെ ആരംഭമാണ് ഈ വിഷയങ്ങൾ. അടുത്തത് 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ നമ്മൾ കാണുന്നത് 5-ാമത്തെ മുദ്രയിൽ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിന്ന് രക്തം നിലവിളിക്കുകയാണ്. അത് രക്തസാക്ഷികളുടെ രക്തമാണ്. യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ രക്തം ചൊരിഞ്ഞത് മറ്റാരുമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. നിശ്ചയമായിട്ടും അത് യാഗപീഠവുമായിട്ട് ബന്ധമുള്ള ആളുകളാണ്. യാഗപീഠവുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ആ രക്തം ചൊരിഞ്ഞത്. അവസാനം അത് റോമാക്കാർ കൊന്നതെന്നല്ല, യഹൂദന്മാർ ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ കൊന്നിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തിയിലെ സകല ഉപദ്രവവും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകത്തിലെ എല്ലാ ഉപദ്രവവും വന്നത് റോമാക്കാരിൽ നിന്നല്ല, മുഴുവൻ വന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഇസ്രായേലായിരുന്നു യഹൂദന്മാരും അവരുടെ പുരോഹിതന്മാരുമാണ് കർത്താവിൻ്റെ ജനത്തെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചതും കൊന്നത്. അപ്പോസ്തലനായ പൗലോസ് അതിന് ഉദാഹരണമാണ്. അപ്പം അവിടെ നിലവിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനായിട്ട് ഇത്രത്തോളം ന്യായവും പ്രതികാരം നടത്താതിരിക്കുമെന്ന് ഉറക്ക നിലവിളിച്ചു. ഇതൊക്കെ ഈ ലോകാവസാനത്തിൽ അല്ലെങ്കിൽ കുറേ അന്ത്യകാലത്ത് 2000 വർഷത്തിന് ശേഷം നടക്കേണ്ട കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെയൊക്കെ നമ്മളിത് പറയുന്നത് എളുപ്പമാണ്, നമുക്കത് തെളിയിക്കാനും നടക്കാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിശുദ്ധ ബൈബിളിൻ്റെ ആധികാരികതയാണ് നിശ്ചയമായിട്ടും ചോദ്യം ചെയ്യുന്നതും ജനങ്ങളുടെ മുമ്പിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായ തിരുവെഴുത്തുകളെ അർത്ഥശൂന്യമായ ഒന്നാക്കി നമ്മൾ വെളിപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ഞാൻ യേശു പറഞ്ഞ വാചകമാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ ഒന്നുകൂടെ കൊണ്ടുവരാനും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ ഹാബേലിൻ്റെ രക്തം മുതൽ ദൈവാലയത്തിൻ്റെ യാഗപീഠത്തിനരികിൽ വെച്ച് കൊന്ന ബറക്യാവിൻ്റെ മകനായ സെഖറിയാവിൻ്റെ രക്തം വരെ ഈ തലമുറയോട് ചോദിക്കും. ഈ തലമുറയോട് എന്ന് പറയുമ്പോൾ അത് 2000 ഇയേഴ്സിന് ശേഷമുള്ള തലമുറയോടല്ല, മറിച്ചത് ഇസ്രായേലിനോട് തന്നെ ചോദിക്കുമെന്ന്. അപ്പോൾ ഹാബേലിൻ്റെ രക്തം മുതൽ ബറക്യാവിൻ്റെ മകനായ സെഖറിയാവിൻ്റെ രക്തം യാഗപീഠത്തിൽ കൊല്ലുന്നത്, അതിൻ്റെ രക്തം ഇന്ത്യക്കാരനോടും ആഫ്രിക്കക്കാരനോടും അമേരിക്കനോടും ഒന്നും ചോദിക്കുന്ന ഒരു ദൈവത്തെ അല്ല ബൈബിളിൽ നമ്മൾ വായിക്കുന്നതും അറിയുന്നതും. മറിച്ച് ഇത് ഇസ്രായേലിനോട് മാത്രമാണ് ദൈവം ന്യായവിധി നടത്തുന്നത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്.
നമ്മൾ ഇന്ന് അങ്ങനെ അവിടെ പറഞ്ഞു നിങ്ങളുടെ സഹഭൃത്യന്മാരായ ആളുകളും സഹോദരന്മാരും കൂടി ഇനിയും കൂടുതൽ എന്ന് പറയാൻ കുറച്ച് പേരെ അവർ കൊല്ലാനുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അകൃത്യം പെർഫെക്റ്റ് ആവട്ടെ, അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് നമ്മൾ 6ാമത്തെ മുദ്ര പറയുന്നത്. 6ാമത്തെ മുദ്രയെ നമ്മൾ കാണുന്നത് വലിയ ഭീകര സംഭവങ്ങളാണ്. നമുക്ക് അത് ഒന്നുകൂടെ വായിക്കാം. എന്തൊക്കെയാ സംഭവം? ഒന്ന്, വലിയ ഭൂകമ്പം ഉണ്ടായി, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അപ്പം അടുത്തത്, അത്തിവൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. വളരെ എക്സാജറേറ്റ് ചെയ്ത് വളരെ ഇതൊരു അപ്പോക്കാലിപ്റ്റിക്കൽ ലാംഗ്വേജാണ്. ഇതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോക്കാലിപ്റ്റിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ വെളിപ്പാടിൻ്റെ അല്ലെങ്കിൽ പ്രവചനമായ ഒരു പ്രൊഫറ്റിക് ലാംഗ്വേജാണ്. ഇവിടെ നമ്മളിത് വായിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എന്തുവാ? ഇതെല്ലാം കൂടെ അക്ഷരാർത്ഥത്തിൽ അങ്ങ് സംഭവിക്കുമെന്നാണ് ഇവിടുത്തെ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ. ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിന് തൊട്ട് മുമ്പ്, അല്ലെങ്കിൽ ഇത് കേൾക്കണം, ഇത് രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ യേശു മധ്യാകാശത്ത് വന്ന് കർത്താവിൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് പിന്നെ 7 വർഷം ഇവിടെ മഹോപദ്രവം ഉണ്ടാവുമെന്നും, പിന്നെ ഉപദ്രവത്തിന് ശേഷം, അപ്പോൾ ഈ മഹോപദ്രവത്തിൻ്റെ കാലത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഓർത്തോണം. ഇവരുടെ വ്യൂ ആണ്, എൻ്റെ വ്യൂ അല്ലേ. അപ്പം മഹോപദ്രവ കാലത്താണ് എന്തുവാ? സൂര്യൻ കരിമ്പടം പോലെ കറക്കും, ചന്ദ്രൻ മുഴുവൻ രക്തതുല്യമാകും, അത്തിവൃക്ഷം കൊടുങ്കാറ്റിൽ കുലുങ്ങിയിട്ട് കായ് ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ശ്രദ്ധിക്കണം. അപ്പം ഈ 7 വർഷത്തിന് ശേഷം ഭൂമി വീണ്ടും വന്ന് 1000 ആണ്ട് ഇവിടെ വാഴും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഞാൻ അവരോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ഞാൻ അങ്ങ് സമ്മതിച്ചിരിക്കുന്നു, ചന്ദ്രനുമില്ല. അപ്പോൾ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. അപ്പോൾ അവർ പറയാത് കുഞ്ഞാട് അതിൻ്റെ വിളക്കായിരിക്കും. അങ്ങനെ അന്ന് ഇസ്രായേൽ എന്ന നാട്ടിലായിരിക്കുമല്ലോ യേശു വരുന്നത് പറയുന്നത്. ആ വന്ന് അവിടെ ഇരിക്കുന്ന യേശു, ഭൂമി പിന്നെ സൂര്യനുമില്ല, ചന്ദ്രനുമില്ല. അപ്പോൾ യെരുശലേമിൽ ഒരൊറ്റ ലൈറ്റ് കൊണ്ട് ഭൂമി മൊത്തം പ്രകാശമാവുമോ? അല്ല, ഞാൻ തമാശയുടെ ചോദ്യം ചോദിക്കുക. ഇതൊക്കെ ലോജിക്കില്ലാത്ത ചോദ്യങ്ങൾ. ഇത് കൊച്ചു പിള്ളേർക്ക് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതൊക്കെ പൊക്കോട്ടെ. അടുത്തത്, അത്തിവൃക്ഷത്തിൻ്റെ കായ് കൊടുങ്കാറ്റിൽ വീഴുന്നത് പോലെ ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ വീഴുമെന്നാണ് എഴുതിയിരിക്കുന്നത്. നക്ഷത്രങ്ങൾ. നിങ്ങൾക്കറിയാമോ, ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ദൂരം, അതായത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ ദൂരം 4.5 പ്രകാശവർഷം അകലെയാണ്. 4.5 പ്രകാശവർഷം അകലെ. അതായത് ആ നക്ഷത്രത്തിൽ നിന്ന് പ്രകാശരശ്മി സഞ്ചരിച്ചാൽ 4.5 വർഷം കഴിഞ്ഞേ ഭൂമിയിലെത്തത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച സമയത്ത് പ്രകാശം അവിടുന്ന് പുറപ്പെട്ടാൽ ആ കുഞ്ഞിന് 4.5 വയസ്സ് കഴിയുമ്പോഴേ ആ വെളിച്ചം ഭൂമിയിലെത്തും. അത്രയ്ക്ക് ദൂരമാണ്. എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, 1 സെക്കൻഡിൽ 1,86,000 മൈൽ, എനിക്ക് തോന്നുന്നത് ഒരു 3 ലക്ഷത്തോളം കിലോമീറ്റർ ഉണ്ട്. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആ പ്രകാശം സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന പ്രകാശം 4.5 വർഷം സഞ്ചരിച്ചാലേ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തിലെത്താൻ പറ്റും. ആ നക്ഷത്രം ഭൂമിയിൽ വീഴും. അത് ഒന്നല്ല വീഴുന്നത്, കായ്കൾ വീഴുന്നത് പോലെ ആകാശത്തിൽ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുമെന്ന്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഒരു നക്ഷത്രത്തിൻ്റെ വലിപ്പം, അതായത് ഭൂമിയെ ഒരു ചെറിയ നക്ഷത്രത്തിന്, അതായത് കണ്ടുപിടിച്ചതിനകത്ത് ഏറ്റവും ചെറിയ നക്ഷത്രത്തിന് ഭൂമിയേക്കാൾ എത്രയോ കോടി മടങ്ങ് വലിപ്പമുണ്ട്. അതായത് ഒരു കോടി ഭൂമിയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇടാൻ പറ്റുന്ന നിലയിലുള്ളതാണ് ഒരു നക്ഷത്രം. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്പം ലൂസുള്ള ഷർട്ട്. ഈ ബ്രദറിന് എൻ്റെ ഈ ഷർട്ട് കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ? ബ്രദർ ദയവ് ചെയ്ത് ഈ ലൈനിൽ നിന്ന് അങ്ങ് ഔട്ടാവണം കേട്ടോ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വികാരങ്ങളെയൊക്കെ സ്പർശിക്കുന്നുണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഈ ഷർട്ട് കാണുമ്പോൾ. എനിക്കിപ്പോൾ ഇത് ഇടാനേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ഇന്നലെ ഒരു ടീഷർട്ട് ഇട്ടപ്പം അതിനകത്തായിരുന്നു കുറേ പെന്തക്കോസിലെ അണ്ണന്മാർക്ക് സൂക്കേട്. ഞാൻ ടീഷർട്ട് ഇട്ടു, എൻ്റെ ബോഡി കണ്ടത്. എനിക്കിപ്പോൾ ഇതേ ഇടാൻ പറ്റത്തുള്ളൂ. ബ്രദർ പോയി ബ്രദറിൻ്റെ കാര്യം നോക്കും. ഞാൻ ഇതിട്ടത് തന്നെ എൻ്റെ മര്യാദയാണ്. ഓക്കെ, വിഷയത്തിൽ നിയമാകുന്നില്ല. അപ്പോൾ ഒരു നക്ഷത്രത്തിന് 1000 കോടിക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കോടിക്കണക്കിന്. അപ്പോൾ കോടിക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളാൻ കഴിവുള്ള നക്ഷത്രത്തിന്
അതിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുമെന്ന്. ഇതെല്ലാം അക്ഷരികമായിട്ട് വിശ്വസിക്കുകയാണ് ഇവിടുത്തെ ആളുകൾ. അക്ഷരികമായിട്ട് പച്ചക്കങ്ങ് വിശ്വസിക്കുക. നക്ഷത്രങ്ങൾ, എന്ത് രസമാണ് ഇത് പറയാമെന്നറിയോ? ഞാൻ ചോദിക്കുക, ഒരു നക്ഷത്രം ഭൂമിയിൽ വീണാൽ പിന്നെ ഭൂമി പൊടി പോലും കാണത്തില്ല. ഭൂമിയുടെ പൊടി പോലും കാണത്തില്ല. ഒരു നക്ഷത്രം ഭൂമിയിൽ വന്നൊന്ന് വീണാൽ ഈ ഭൂമി ധൂളിയായിട്ട് പോകത്തേ ഉള്ളൂ. പിന്നെ ഈ 1000 ആണ്ടത്തെ വാഴ്ചയ്ക്ക് യേശു എവിടെ വരും നോക്ക്. 1000 ആണ്ടത്തെ വാഴ്ചയ്ക്ക് യേശു എവിടെ വരും? ഭൂമിയിലോട്ട് തന്നെയല്ലേ വരേണ്ട 1000 ആണ്ട് വാഴ്ച നടത്താൻ. യെരുശലേം പിന്നെ എങ്ങനെ കാണും? ഒരു നക്ഷത്രം ഭൂമി. അപ്പം ഞാനിതൊരു ഈ ഫ്യൂച്ചറിസ്റ്റിക് വ്യൂ ആണോട് ചോദിച്ചു പറഞ്ഞത്, നക്ഷത്രം എന്ന് പറഞ്ഞത് അവർക്ക് പറയാൻ അറിയാത്തതുകൊണ്ടാണ്. ഇത് ഉൽക്കകൾ വീഴുമെന്നാണ്. ഉൽക്ക. അപ്പം വേദോസത്തെ നമുക്ക് എന്ത് ഇഷ്ടത്തിനങ്ങ് മാറ്റാൻ നോക്കി. ഉൽക്ക. അപ്പം ഉൽക്കകൾ എന്ന നക്ഷത്രം. ഉൽക്ക വേറെ, നക്ഷത്രം വേറെ. അപ്പം നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴുക, ഇത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുമെന്ന് ആളുകൾ വിചാരിക്കുന്നുണ്ട്. പിന്നെ തീർന്നില്ല, സൂര്യൻ കരിമ്പടം പോലെ. ഇപ്പം ആളുകൾ ഇപ്പോഴത്തെ ഈ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാരുടെ പ്രസംഗം കേട്ടെന്ന് നോക്കിയാൽ മതി. ഭൂമിയുടെ സൂര്യൻ്റെ അകത്ത് 25 പൈസയുടെ, അത് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് 25 പൈസയുടെ വലുപ്പത്തിൽ കറുപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ, ഒരു 25 പൈസയുടെ വലുപ്പമുള്ള ഒരു കറുത്ത് തുടങ്ങി, സൂര്യൻ കറുത്ത് തുടങ്ങി. ശാസ്ത്രം പറയുന്നത് അറിയാമോ? സൂര്യൻ ഇനിയൊരു 5 മില്യൺ വർഷം കൂടെ കത്താനുള്ള ഇന്ധനം സൂര്യനകത്തുണ്ടെന്ന്. ഈ തോമസ് മാമൻ്റെ ഈ 25 പൈസയുടെ കണക്കാണ്. ഇത്രയോ സൂര്യൻ്റെ അകത്ത് ഇങ്ങനെ ഒരു കറുത്ത പുള്ളി ആരംഭിച്ചു തുടങ്ങി. വസ്ത്രത്തിന് കരിമ്പ് അടിക്കുന്ന പോലെ ഇങ്ങനെ തുടങ്ങിയെന്ന്. അങ്ങനെ ഒരു ദിവസം സൂര്യൻ അങ്ങ് ഇരുണ്ടു പോകുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ മഹോപദ്രവ കാലത്ത് സൂര്യൻ ഇങ്ങനെ അങ്ങ് ഇരുണ്ടു പോയാൽ പിന്നെ കറുത്തങ്ങ് പോയല്ലോ, പിന്നെ ഭൂമിയെ പ്രകാശിപ്പിക്കുന്നത് എന്താ? 1000 ആണ്ട് ഈ ഭൂമിയിൽ തന്നെ വാഴുമല്ലോ. 1000 ആണ്ട് ജാതികളുണ്ടാവും. പിന്നെ അർമ്മഗദം യുദ്ധമൊക്കെ ഇല്ലേ? അപ്പം മനുഷ്യരൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പം ഈ ഭൂമി പിന്നെ സൂര്യനില്ലേ? ചന്ദ്രൻ രക്തതുല്യമായെന്ന്. അപ്പം ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു പുസ്തകം, 4 മൂൺസ് എന്നൊക്കെ പറഞ്ഞൊരു പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഈ ജോൺ ഹാഗി എന്ന് പറഞ്ഞ ഒരാൾ അമേരിക്കയിൽ എഴുതുക. എനിക്ക് തോന്നുന്നു അയാൾ ലക്ഷക്കണക്കിന് കോപ്പി വിറ്റു. അദ്ദേഹം പറഞ്ഞത് 2014-15 കാലത്ത് യേശു വരുമെന്നാണ്. 2016 കഴിഞ്ഞ് 17 18 19 20, എന്നിട്ട് യേശു വന്നിട്ടില്ല. സംഭവം എന്ത് നടന്നു? ജോൺ ഹാഗിയുടെ ബ്ലഡ് മൂൺ എന്ന് പറയുന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഒരു കോപ്പി. അത് ലോകത്തിലെ എല്ലാ വിഡ്ഢികളും വാങ്ങിച്ച് ജോൺ ഹാഗിയെ ഒരു വലിയ കോടീശ്വരനാക്കി മാറ്റി. അപ്പം ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു സംഭവം എന്തൊക്കെ വേദോസ്തവത്തിൽ എഴുതിയിട്ടുണ്ടോ അതിനെല്ലാം അക്ഷരാർത്ഥത്തിൽ കണ്ട് നമ്മൾ ലോകത്തെ ഭയപ്പെടുത്തുകയാണ്. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകുമെങ്കിൽ ആയിക്കോട്ടെ. ശാസ്ത്രം പറയുന്നത് 5 മില്യൺ വർഷത്തോളം ഇനി 5 മില്യൺ വർഷത്തോളം ഭൂമിയെ പ്രകാശിപ്പിക്കാനുള്ള ഇന്ധനം സൂര്യനുണ്ട്. അത്രയ്ക്കും വലുതാണ് സൂര്യൻ. നിങ്ങളത് മനസ്സിലാക്കണം. അപ്പം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രസംഗിക്കുക, ഇത് കേൾക്കുക, ജനങ്ങളുടെ നടുവിൽ ഹൃദയത്തിലോട്ട് ഈ ഭോഷത്വം, ഈ ഭയാനകമായ കാര്യം, ഒരു വസ്തുതയ്ക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം കുത്തി നിറയ്ക്കുക. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു പോകും, ചന്ദ്രൻ രക്തതുല്യമായി തീരും. തീർന്നിട്ടില്ല, നക്ഷത്രങ്ങൾ അത്തിയുടെ കാ വീഴുന്ന പോലെ വീഴും. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു നക്ഷത്രത്തിനകത്ത് കോടിക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു നക്ഷത്രത്തിൻ്റെ അംശം ഭൂമിയിൽ വന്ന് തട്ടിയാൽ ഭൂമി പൊടിഞ്ഞു പോകും. പിന്നെ 1000 ആണ്ട് യേശു ക്രിസ്തുവും ആ മണവാട്ടി സഭയും മധ്യാകാശത്ത് മണിപ്പന്തലൊക്കെ ഇട്ടിട്ട് കല്യാണം കഴിഞ്ഞ് വന്ന മണവാട്ടി സഭയും എവിടെ ഇരുന്ന് ഭരിക്കും? ഏത് ഭൂമിയിലിരുന്ന് ഭരിക്കും? ഇതൊക്കെ നമുക്ക് ഈ ക്രിസ്തീയതയിൽ മതത്തിൻ്റെ ഭ്രാന്തുള്ള മതഭ്രാന്തന്മാരായ ആളുകൾ, വിവരദോഷികളും വിഡ്ഢികളുമായ കുറച്ച് ആളുകൾ ഇത് വിശ്വസിക്കുകയാണ്. ഞാൻ ഈ സാധനമൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. കാരണം എനിക്ക് ഈ ബാധ ഇല്ലായിരുന്നു. ഞാൻ ഈ വെളിപ്പാട് പുസ്തകമേ വിശ്വസിക്കാത്ത പുസ്തകമായിരുന്നു. കാരണം ഇത് വിശ്വസനീയമല്ലാത്ത നിലയിലാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ട് വന്നത്. ഞാനിതൊക്കെ ഓപ്പണായിട്ടൊക്കെ പറയുന്നത് ഇനി ആരും ഈ പോഷങ്ങളിൽ വീണു പോകാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം
ഇത് നമ്മളെ ഒത്തിരി ഒത്തിരി വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുക. ആകാശം ദാണ്ട് സൂര്യൻ ഇങ്ങനെ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തതുല്യമായിട്ട് തീരും, പിന്നെ നക്ഷത്രങ്ങൾ അത്തിയുടെ കാ വീഴുന്ന പോലെ താഴോട്ട് ഇങ്ങനെ വീഴും. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയും പറയുകയും ഒക്കെ ചെയ്ത് അങ്ങ് സംഭവിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഇതൊന്നും യാഥാർത്ഥ്യമല്ല, അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ലിറ്ററലി അങ്ങനെ അല്ല എന്ന കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഇത് ലിറ്ററൽ അല്ല. കാരണം ഇത് ഒരു അപ്പോകാലിപ്റ്റിക്കൽ ലാംഗ്വേജാണ്. ഇപ്പോൾ ഇതെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്കൊരു നല്ല ബൈബിൾ സ്റ്റഡി ആയിട്ട് ഇതിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ദൈവവചനം പഠിക്കുന്നെങ്കിൽ, ഇതിപ്പം ആരുടെയെങ്കിലും പോക്കറ്റിൽ കൊണ്ടുപോയി നിങ്ങളുടെ ബ്രെയിൻ കൊണ്ടുപോയി നിങ്ങൾ പണയം വെച്ചെങ്കിൽ, അല്ലെങ്കിൽ വേറെ ആർക്കോ വേണ്ടി നിങ്ങളുടെ ബ്രെയിനിനെ കൊണ്ട് കളഞ്ഞെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ നിങ്ങൾക്ക് ഊളത്തരം എന്ന് പറയും. കാരണം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോഴൊക്കെ ഓരോരുത്തരും വന്ന് ഊള പെന്തിക്കോസ്തിലെ പാസ്റ്റർമാരാണ്, അവരാണ് വന്ന് ഈ തെറി വിളിക്കുന്നത്. അപ്പം കാരണം ഇവർക്ക് ആൻസർ ഇല്ല, ഇവർക്ക് പറയാനുള്ള ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഇവർ ചീത്ത വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാനീ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ഏത് നിലയിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ മാന്യമായ ഭാഷയിലും വസ്തുനിഷ്ഠമായ കാര്യമായിട്ട് ചോദിക്കുന്നെങ്കിൽ നമുക്കതിന് മറുപടി പറയാൻ പറ്റും. അല്ലാതെ നീ എവിടുന്ന് വന്നറ പിശാചെ സാത്താനെ എന്നൊക്കെ പറഞ്ഞാലൊന്നും ഞാൻ വിരളത്തില്ല, അതൊന്നും ഏക്കത്തില്ല എനിക്ക്. അതുകൊണ്ട് ആദ്യം അങ്ങ് പറയും, ഇതൊന്നും ഏക്കത്തില്ല. നിങ്ങൾ എന്ത് അബ്യൂസിങ് വേർഡ് പറഞ്ഞാലും, നിങ്ങൾ എത്ര ഛർദ്ദിച്ചാലും അതെന്നെ ഏൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ദൈവവചനപ്രകാരം തെറ്റാണെന്ന് തെളിയിക്കണം, അല്ലാതെ കിടന്ന് ബഹളം വെക്കരുത് എന്നുകൂടെ ഞാൻ സ്നേഹത്തിൽ ഓർമ്മിപ്പിക്കാം. ഒന്ന് ഞാൻ പറയുന്നു, സൂര്യൻ കരിമ്പടം പോലെ കറുക്കും എന്ന് പറഞ്ഞതും, ചന്ദ്രൻ രക്തതുല്യമായി തീരുമെന്ന് പറഞ്ഞതും, നക്ഷത്രങ്ങൾ വീഴും എന്ന് പറഞ്ഞതും ഒന്നും അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെക്കുക. ഞാനിനി 1-2 പ്രധാന കാര്യങ്ങൾ വായിക്കാൻ പോകാം. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്യം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ തന്നെ ഇതുണ്ട്. ഇത് ഈ 6ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിക്കുന്ന അതേ കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. മത്തായി 24-ൽ യേശു പറഞ്ഞതാണ് വെളിപ്പാട് പുസ്തകം. അപ്പം മത്തായി 24 യെരുശലേമിന് സംഭവിക്കാനുള്ള നാശമാണെങ്കിൽ, വെളിപ്പാട് പുസ്തകവും യെരുശലേമിന് സംഭവിക്കാനുള്ള വിനാശത്തെക്കുറിച്ചുള്ളതിൻ്റെ തെളിവാണ്. മത്തായിയുടെ സുവിശേഷം 24-ൽ യേശു പറഞ്ഞു, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകിപ്പോകും, മനുഷ്യപുത്രൻ്റെ അടയാളം ആകാശത്ത് വിളങ്ങും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതേ വാക്യമാണ് 6ാം മുദ്ര പൊട്ടിച്ചപ്പോഴും നമ്മൾ കാണുന്നത്. എന്തുവാ? സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായ്കൾ ഉതിർക്കും പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു, പുസ്തക ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. പുസ്തകത്തിൻ്റെ ചുരുൾ ഇങ്ങനെ ചുരുളുന്ന പോലെ ആകാശം മാറിപ്പോയി. എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. ഇപ്പോൾ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ അക്ഷരം പ്രതി എടുത്താൽ, വെളിപ്പാട് പുസ്തകം അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ വായിക്കുന്നത് കണ്ടിട്ട്, കർത്താവിൻ്റെ മണവാട്ടി സഭ എന്തെന്ന് കാണിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു, അവൻ എന്നെ ഒരു ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയെന്ന് വാക്യങ്ങളുണ്ട്. ഞാനൊന്നും കൂടുതൽ വലിയ ഇഷ്യൂ അല്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കാത്ത, വലിയൊരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുത്തതാണ്. അപ്പം എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനം ഇളകിപ്പോയി എങ്കിൽ പിന്നെ ഏത് മലയുടെ പുറത്ത് കയറ്റിയാൽ ഇതൊക്കെ കാണിച്ചെന്ന് കൂടെ നമ്മൾ അർത്ഥം അന്വേഷിക്കേണ്ടി വരും. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും, ഞാനിത് ഒത്തിരി ഫിലോസഫിക്കലി ഒന്നും പോകാതെ സാധാരണക്കാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നത്. ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഞാൻ പറഞ്ഞു, നക്ഷത്രങ്ങളുടെ കാര്യവും സൂര്യൻ്റെ കാര്യവും ചന്ദ്രൻ്റെ കാര്യവും കർത്താവ് തന്നെ ഈ ഇസ്രായേലിൽ സംഭവിക്കാനുള്ള വിനാശത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഈ യേശു പറഞ്ഞ തന്നെ ഇതേ വാക്കുകൾ യേശു പറയുന്നതായിട്ട് നമുക്ക് വേറൊരു സ്ഥലത്ത്, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ന്റെ 27 മുതൽ വലിയ ജനസമൂഹത്തിന്, ഇത് ശ്രദ്ധിക്കണേ,
വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സംഭവിച്ച അതേ കാര്യം. ആ വിഷയം മത്തായിയുടെ സുവിശേഷം 24-29 മുതലുള്ള വാക്യങ്ങളിൽ യേശു പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയത്തെ തന്നെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്: വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവൻ്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഇതാരോടാ സംസാരിക്കുന്നേ? യെരൂശലേം പുത്രിമാരെ, മലയാളി മങ്കകളെ, നീഗ്രോ പെണ്ണുങ്ങളെ, മാതാമ്മമാരെ, പിന്നെന്തോ വിളിക്കും? ഇതൊക്കെ വിളിക്കണ്ടേ? ഭാരത വനിതാ രത്നങ്ങളെ എന്നൊന്നുമല്ല യേശു വിളിച്ചത്. യേശു വിളിച്ചത് യെരൂശലേമിൻ പുത്രിമാരെ. ആരോടാ സംസാരിക്കുന്ന നോക്കണം. അഭിസംബോധന ചെയ്യുന്നത് സർവ്വലോക ജനതയെന്നല്ല. യെരൂശലേം പുത്രിമാരെ, എന്നെ ചൊല്ലിക്കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവിൻ. മച്ചികളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരും. അന്ന് മലകളോട്, ഇത് കേൾക്കണം, അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവിൻ എന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവിൻ എന്നും പറഞ്ഞു തുടങ്ങും. അപ്പം യെരൂശലേം പുത്രിമാരോട് പറയുക, മലകളെ ഞങ്ങളുടെ മേൽ വീഴുവീൻ, കുന്നുകളെ ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങളെ മൂടുവീൻ എന്ന് നിങ്ങൾ പറയും. ഇതേ പദപ്രയോഗങ്ങളല്ലേ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്? ഭൂമിയിലെ രാജാക്കന്മാരും മഹത്തുക്കളും സഹസ്രാധിപന്മാരും ധനവാന്മാരും ബലവാന്മാരും സകലദാസന്മാരും സ്വതന്ത്രനും ഗുഹകളിലും മലപ്പാറകളിലും ഒളിച്ചുകൊണ്ട് മലകളോടും പാറകളോടും ഞങ്ങളുടെ മേൽ വീഴുവീൻ. അപ്പം ഞങ്ങളുടെ മേൽ വീഴുവീൻ എന്നാര് പറയുമെന്നാ? യെരൂശലേം പുത്രിമാരെ നിങ്ങൾ പറയുമെന്നാ. നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. ഇപ്പൊ പ്രസവിക്കാത്ത ഉദരം, ആ സ്ത്രീകൾ, അങ്ങനെ മക്കളില്ലാത്ത സ്ത്രീകൾ ഭാഗ്യമുള്ളവർ എന്ന് നിങ്ങൾ പറയുന്ന കാലം വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണം വേട്ടയാടാൻ വരുന്ന ആ വലിയ ദുർദിവസം, അന്ന് നിങ്ങൾ മക്കളില്ലാത്തവരെ ഓർത്ത് അയ്യോ രക്ഷപ്പെട്ടു എന്ന് പറയും. നിങ്ങൾ മലകളുടെ കീഴിൽ പോയി പാറയിൽ പോയി ഞങ്ങളെ മൂടുവിനെന്ന് നിങ്ങൾ നിലവിളിക്കുന്ന കാലം വരുമെന്ന് യേശു പറഞ്ഞു. ഇതാരോട് പറഞ്ഞു? സിയോൻ പുത്രിയോട് പറഞ്ഞു. ഈ വാക്യമാണ് അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ 6-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ നമ്മൾ കാണുന്നതും ഇതേ കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സ്നേഹിതരെ, ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിലൊരു കാര്യം ഓർമ്മിപ്പിക്കാം. ഇത് യേശു പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ അപ്പോസ്തലനായ യോഹന്നാന് ഇതേ കാര്യം ദൈവം വെളിപ്പെടുത്തിയും കൊടുക്കുക. അപ്പോൾ ഇവിടെ യെരൂശലേമിന് സംഭവിക്കുവാൻ പോകുന്ന, സിയോൻ പുത്രിക്ക് സംഭവിക്കാൻ പോകുന്ന അതിഭയാനകമായ ഒരു വിപത്തിനെ കുറിച്ച് ദൈവം വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാനിലൂടെയും യേശു ക്രിസ്തു സ്വയമായിട്ടും മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഈ 6-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായവുമായിട്ട് നമ്മൾ പാരലായിട്ട് പഠിപ്പിക്കുക. മത്തായി 24, മർക്കോസിൻ്റെ സുവിശേഷം 13, ലൂക്കോസിൻ്റെ സുവിശേഷം 21 മുതലുള്ള അധ്യായങ്ങൾ ഇത് സെയിം ആണ്, ഇത് മാറത്തില്ല. ഇനി ഇവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾ, ഈ വിഷയങ്ങൾ നമ്മൾ ഇനി കുറച്ച് ഒന്ന് മനസ്സിലാക്കിക്കാൻ ഞാൻ ശ്രമിക്കുക. വാസ്തവത്തിൽ ഇതെന്താണ്? ഞാൻ കുറച്ച് ഈ പദങ്ങൾ തന്നെ എടുക്കാം. നിങ്ങളൊരു പക്ഷേ ഇത് കേട്ടിട്ടില്ല. യെശയ്യാവിൻ്റെ പ്രവചനം നിങ്ങൾക്ക് മനസ്സിലാക്കിക്കാനുള്ള എൻ്റെ ഒരു ശ്രമമാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 13-ാമത്തെ അധ്യായം. യെശയ്യാവിൻ്റെ പ്രവചനം 13-ാമത്തെ അധ്യായം 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒന്ന് വായിക്കുകയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 13-ാം അധ്യായത്തിൻ്റെ
10 മുതലുള്ള വാക്യം. ഈ വാക്യങ്ങൾ ബാബിലോണിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബാബേലിൻ്റെ മേൽ വരാൻ പോകുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനം. ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകം നോക്കി, ആകാശത്തിൽ നോക്കണം, ആകാശത്തിൽ, അതായത് പ്രൊഫറ്റിക്കൽ ഇലുസ്ട്രേഷൻസ് ആയത്, അപ്പോക്കാലിപ്റ്റിക്കൽ ലാംഗ്വേജ്. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. ഏതാ? ബാബേൽ സാമ്രാജ്യത്തിൻ്റെ നാശം പ്രവചിക്കുക. അപ്പോൾ പറയുകയാണ്, നിങ്ങൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം തരികയില്ല. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. ഞാൻ ഭൂതലത്തെ ദോഷനിമിത്തവും ദുഷ്ടന്മാരെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും. ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും. ബാബേലിനോട് ദൈവം പറയാൻ, നിന്നെ ഞാൻ നശിപ്പിക്കാൻ പോവുക. നിന്റെ നേരെയുള്ള ദൈവത്തിൻ്റെ പ്രവചനം, ബാബേലിന് നേരെയുള്ള ദൈവപ്രവചനത്തെ വിവരിക്കുന്ന സമയത്ത് പറയുക, ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ല. നിങ്ങൾക്കറിയുമ്പോൾ ബാബേലിന് നേരെ ശക്തമായ യുദ്ധം നടന്നു. അത് നമുക്കറിയാം. ദാരിയവേശ്, അതായത് മേത്യ പേർഷ്യൻ സാമ്രാജ്യം ബാബേലിനെ നശിപ്പിച്ചു ബേൽത്ശസ്സറിൻ്റെ കാലത്ത്. അപ്പം ബാബേലിന് നേരെയുള്ള മഹാനായ വിധിയുടെ കാലത്ത് യെശയ്യാവിന് മുൻകൂട്ടി പ്രവചനം ദൈവം കൊടുക്കുകയാണ്, ബാബേലെ നിന്നെ നശിപ്പിക്കാൻ പോവുകയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്ര രാശികളും പ്രകാശം തരികയില്ലെന്ന്. സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ട കാര്യമല്ലല്ലോ. കാരണം ബാബേൽ സാമ്രാജ്യം നശിപ്പിക്കപ്പെട്ടിട്ട് എത്രയോ ആണ്ടുകൾ കഴിഞ്ഞു, 2500 വർഷം കഴിഞ്ഞില്ലേ. അപ്പം ആ സാമ്രാജ്യം നശിക്കുമ്പോൾ അന്ന് പ്രവാചകൻ പറയാ, നിങ്ങളുടെ സൂര്യൻ ഉദയത്തിങ്കൽ തന്നെ ഇരുണ്ടുപോകും. അപ്പൊ സൂര്യൻ ഉദയത്തിങ്കൽ ഇരുണ്ടുപോയോ? അങ്ങനെ ഒരു ചരിത്രം ഭൂമിയിലുണ്ടോ? സൂര്യൻ അങ്ങോട്ട് ഉദിച്ചു വന്നപ്പോൾ തന്നെ അങ്ങ് ഇരുണ്ടുപോയി. അങ്ങനൊരു ചരിത്രം ഇന്ന് വരെ ആരും രേഖപ്പെടുത്തിയിട്ടില്ല. നക്ഷത്രങ്ങളും നക്ഷത്രരാശികളും പ്രകാശം കൊടുക്കാതെ ഇരുന്ന ഒരു കാലമുണ്ടോ? അങ്ങനൊരു കാലം ഈ ലോക ചരിത്രത്തിൽ മനുഷ്യൻ പിറന്നു വീണ കാലം മുതൽ സംഭവിച്ചിട്ടില്ല. ചന്ദ്രൻ പ്രകാശം നൽകുകയുമില്ല. അപ്പൊ ഇവിടെ നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇനിയും സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തമാകും എന്നൊക്കെ പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്ന ആളുകൾ ഇത് പറയുമ്പോൾ, നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെയും ഭയമില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, തിരുവെഴുത്തുകളെ വിശ്വസിക്കുന്നെങ്കിൽ, പിന്നെ സ്വാർത്ഥ ലാഭത്തിനും ജനങ്ങളുടെ പോപ്പുലാരിറ്റിക്കും നാട്ടുകാരുടെ മാന്യതയ്ക്കും വേണ്ടി നടക്കുന്നവർക്കൊന്നും ഞാൻ ഈ പറയുന്ന കാര്യം പ്രയോജനപ്പെടത്തില്ല. ഈ ജനങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി നടക്കുന്ന ആരും ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട വാദി കേൾക്കാത്ത വാദി മിണ്ടിപ്പോകരുത്. കാരണം നിങ്ങളുടെ പോപ്പുലാരിറ്റി നഷ്ടപ്പെടും, നിങ്ങളുടെ അംഗീകാരം നഷ്ടപ്പെടും. ഈ ലാഭേച്ഛ കൂടാതെ സത്യസന്ധമായി കാര്യങ്ങൾ പറയാനായിട്ട് ദൈവം തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകൾക്കുള്ള തിരുവെഴുത്താണ്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിന് ആദ്യം നിങ്ങൾ ബൈബിളാണോ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇതിനു വേണ്ടി സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ, നട്ടലുണ്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ നട്ടലും ഒക്കെ കൊണ്ടുപോയി ആർക്കെങ്കിലും മണയം വെച്ചെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. അതുകൊണ്ട് ഇവിടെ നോക്കിയേ, ബാബേലിൻ്റെ നേരെയുള്ള ന്യായവിധിയിൽ പറയുന്നതുവാ, ചന്ദ്രൻ പ്രകാശം തരത്തില്ല, സൂര്യൻ ഇരുണ്ടു പോകുന്ന. അപ്പം ബാബേൽ സാമ്രാജ്യത്തിനെതിരെയുള്ള മേത്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ ആക്രമണത്തെ പ്രൊഫറ്റിക്കലി യെശയ്യാവ് പറഞ്ഞപ്പോൾ സൂര്യൻ തൊട്ടു, ചന്ദ്രനെ തൊട്ടു, നക്ഷത്രത്തെ തൊട്ടു. അവിടെ എങ്ങും സൂര്യൻ ഇരുണ്ടുപോയോ ചന്ദ്രൻ ഇരുണ്ടുപോയതോ ഒന്നും നമുക്ക് താങ്ക് യു കാണുന്നില്ല. ഓക്കെ, ചന്ദ്രൻ ഇരുണ്ടുപോയിട്ടൊന്നും കാണുന്നില്ല, സൂര്യൻ ഇരുണ്ടുപോയിട്ട് കാണുന്നില്ല. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് സംഭവം എന്താ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിന് തൊട്ട് താഴത്തുള്ള വാക്യം വായിച്ചാൽ മതി. അതായത് യെശയ്യാവ് 13:11 വായിച്ചു നോക്കി. പ്രകാശം തരികയില്ല. 11 വാക്യം, ഞാൻ ഭൂതലത്തെ ദോഷ നിമിത്തവും ദുഷ്ടന്മാരുടെ അവരുടെ അകൃത്യ നിമിത്തവും സന്ദർശിക്കും. അടുത്തത്, അഹങ്കാരികളുടെ ഗർവത്തെ ഞാൻ ഇല്ലാതാക്കും, ഉഗ്രന്മാരുടെ നിഗളത്തെ ഞാൻ താഴ്ത്തും. എന്ന് പറഞ്ഞാൽ എന്താ? അഹങ്കരിച്ചിരിക്കുന്ന
ഉഗ്രതയിലിരിക്കുന്ന ദുഷ്ടന്മാരെ നിലംപരിചാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഉയർന്ന ബിംബങ്ങളായി സിംഹാസനത്തിലിരുന്ന് ദുഷ്ടത പ്രവർത്തിക്കുന്ന ഗർവമുള്ള വലിയ വലിയ ആളുകളെ നിലംപരിചാക്കുന്നതിന് വേണ്ടി ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞ ഒരു അപ്പോകാലിപ്റ്റിക് ലാംഗ്വേജ് ആണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രവും. അല്ലാതെ ഈ സൂര്യൻ ഇരുണ്ടു പോവുകയാണ്, ഇത് വളരെ പോഷ്കാണിത്. ഇത് ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുന്ന ക്രിസ്ത്യാനിത്വം, ആ ക്രിസ്ത്യാനിത്വം ഒരു വേസ്റ്റാണ്. നിങ്ങൾ അതിനകത്ത് തുടരുക പോലും ചെയ്യരുത്. കാരണം ഈ പോഷ്ക്ക് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ പുറകിൽ നിങ്ങൾ പോകരുത്. ഞാൻ തുറന്നു പറയാം, നിങ്ങൾ ആ ക്രിസ്ത്യാനിത്വം ഉപേക്ഷിക്കണം. സത്യമാണ്. അങ്ങനെ ഒരു ഈ കള്ളത്തരങ്ങളും ഈ കെട്ടുകഥകളും ഈ അനാവശ്യമായിട്ടുള്ള എക്സാജറേഷൻസും ഈ ഭീഷണിയുമൊക്കെ ലോകത്തെ പഠിപ്പിക്കുന്ന ആ ക്രൈസ്തവ മതം ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ദയവ് ചെയ്ത് ആ മതത്തിൻ്റെ ഭാഗമാകരുത്. കൃത്യമായിട്ട് ബാബേലിനോട് പറഞ്ഞേക്കാം സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രപ്രകാശം തരത്തില്ല. ശരി, അടുത്ത നോക്കിയേ, 24-ാം അധ്യായത്തിലേക്ക് പോകണം. ഏദോമിന് നേരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച്. അത് യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായത്തിലാണ്. നിങ്ങൾ ഈ റെഫറൻസുകൾ നോക്കി വെച്ചു, നിങ്ങൾക്ക് പ്രയോജനപ്പെടും. 24-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 1 മുതൽ വാക്യങ്ങളിൽ 1 മുതൽ 6 വരെയും 19 മുതൽ 23 വരെയാണ്. 1 മുതൽ 6 വരെ ഭൂമിയിലെ യഹോവ ഭൂമിയെ നിർമ്മാർജ്ജനവും ശൂന്യവുമാക്കി കീഴ്മേൽ മറിക്കുകയും അതിൽ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനും ദാസിക്ക് യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമി അശേഷം നിർജ്ജനമായും കവർച്ചയായി പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്യുന്നത്. ഭൂമി ദുഃഖിച്ചു പാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു പാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളിൽ മല്ലമായിരിക്കുന്നു. അവർ പ്രമാണങ്ങളെ ലംഘിച്ചു ചട്ടങ്ങളെ മറിച്ചു നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കും. 6-ാം വാക്യം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചു പോയി, ചുരുക്കം പേർ മാത്രം ശേഷിക്കുന്നു. അപ്പം ഇത് ഏദോമിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കൃത്യമായ ന്യായവിധിയുടെ വാക്കാണ്. ഇനി നമ്മൾ ഇതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ നോക്കി. ഇതേ അധ്യായത്തിന് തന്നെ 19-ാം വാക്യം. ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറെ കീറുന്നു, ഭൂമി കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഇത് നോക്കണം, അപ്പോകാലിപ്റ്റിക് ലാംഗ്വേജാണ്. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽ മാടം പോലെ ആടുന്നു, അതിൻ്റെ അകർത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കയില്ല. ഇവിടെ ഏദോമിന് നേരെയുള്ള ദൈവത്തിൻ്റെ പ്രവചനം. ഈ പ്രവചന സമയത്ത് എന്ത് പറഞ്ഞേക്കുന്നത്? ഭൂമി കിടുകിട കീറും, പടപടാ പൊട്ടും, മത്തനെ പോലെ ചാഞ്ചാടും എന്ന് വേണ്ട, ഭൂമിയെക്കുറിച്ചുള്ള അതൊരു ലാംഗ്വേജാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൻ വേണ്ടി ഞാൻ പറയാം, ഇതൊരു ലാംഗ്വേജാണ്. അപ്പോൾ ഏദോമിനെ കുറിച്ച് പറയുമ്പോഴും ഇതൊന്നും യഥാർത്ഥത്തിൽ എവിടെയെങ്കിലും കിടുകിട കീറി പടപടാ പൊട്ടിയോ? അപ്പം ഏദോമിന് നേരെയുള്ള ദൈവത്തിൻ്റെ ആക്രമണം വന്നപ്പോൾ ഭൂമി കീറുക ഇല്ല. അപ്പം അവരുടെ സ്ഥാനം, അവരുടെ രാജ്യം, അവരുടെ പദവി, അവരുടെ സിംഹാസനം, അവരുടെ സിസ്റ്റത്തെ ദൈവം എന്നേക്കുമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നതിന് പ്രവാചകന്മാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഈ ഭാഷ എന്ന് നിങ്ങൾ മറക്കരുത്. ഇനി നമ്മൾ ഇതേ വാക്യം തന്നെ ഇതിൻ്റെ 34-ന്റെ 4-ലും കൂടെ ഏദോമിനോടുള്ള കാര്യമുണ്ട്. അതോടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 34-ന്റെ 4-ാം വാക്യം. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. അതായത് ഇതും ഏദോമിനോടുള്ള കേട്ടോ. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശവും ഒരു ചുരുള് പോലെ ചുരുണ്ടുപോകും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആകാശം ചുരുള് പോലെ ചുരുണ്ടുപോകുമെന്ന് പറഞ്ഞേക്കുക. ഇതേപോലെ തന്നെ യെശയ്യാവ് പ്രവചനത്തിലൂടെ ഏദോമിന് നേരെയുള്ള പ്രൊഫറ്റിക് വേർഡ് പറയാം. ഏദോമിന് നേരെ ദൈവം സംസാരിക്കുമ്പോൾ 34-ന്റെ 4 പറയുകയാണ്, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും. ആകാശത്തിലെ സൈന്യം ആരാ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമാണ്. അതാണ് ആകാശത്തിലെ സൈന്യം. അത് അലിഞ്ഞു പോകുമെന്ന് പറഞ്ഞാൽ എന്തോ അതങ്ങ് ഇല്ലാതായി പോകുന്നു. 2 സൂര്യൻ ആകാശം ചുരുള് പോലെ ചുരുണ്ടു പോകും, അതിലെ സൈന്യമൊക്കെ മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നത് പോലെ
അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്ന പോലെയും പൊഴിഞ്ഞു പോകും. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. യെശയ്യാവിന്റെ പ്രവചനം 34:4 ഏദോമിനെ നോക്കി പ്രവചിച്ച പ്രവചനം. ഇത് നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ കേൾക്കുക. ഏദോമിന് നേരെയുള്ള ദൈവത്തിന്റെ പ്രവചനം പറയുകയാണ്, ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞു പോകും, ആകാശം ചുരുളുപോലെ ചുരുണ്ടുപോകും, ആകാശത്തിലെ സൈന്യമൊക്കെ മുന്തിരിവള്ളിയുടെ ഇല വാടി പൊഴിയുന്നത് പോലെയും അത്തിവൃക്ഷത്തിന്റെ കായ് വാടി പൊഴിയുന്ന പോലെയും. അപ്പം അവിടെ എഴുതിയിട്ടുണ്ട്, കൊടുങ്കാറ്റിൽ അത്തിയുടെ കായ് താഴെ വീഴുന്നത് പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും. അതേ കാര്യം തന്നെ ഇവിടെ. ഏത് കാലത്താ ഏദോമിന് നേരെ യുദ്ധം വന്നപ്പോൾ എപ്പോഴാ നക്ഷത്രം വീണ്? എത്ര നക്ഷത്രം വീണു? ഈ പ്രപഞ്ച ചരിത്രത്തിൽ ഇന്ന് വരെയെങ്കിലും ഭൂമിയിൽ ഒരു നക്ഷത്രം വീണതിൻ്റെ ചരിത്രമുണ്ടോ? ഭൂമിയുടെ പുറത്തൊരു നക്ഷത്രം, ഉൽക്കകളോ വല്ല എന്തോ പറയുന്നത്, ഈ ചിഹ്നഗ്രഹങ്ങളോ എന്തോ സ്കാറ്ററായിട്ട് കിടക്കുന്ന ഇതൊക്കെ വന്നിട്ട് അതിൻ്റെ അംശമൊക്കെ ഭൂമി വീണിട്ടുണ്ട്. ഒരു നക്ഷത്രം എവിടെയെങ്കിലും വീണു? മുന്തിരിയുടെ ഇല കൊഴിയുന്ന പോലെയും അത്തിയുടെ വൃക്ഷം വാടി വീഴുന്നത് പോലെയും ഭൂമിയിൽ നിന്ന് ആകാശത്ത് നിന്ന് നക്ഷത്രങ്ങൾ താഴെ വീഴും എന്ന് യെശയ്യാവ് 34:4 ഏദോമിന് വരുന്ന നാശത്തെക്കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാവ് പ്രവചിച്ചിരിക്കുക. ഏദോം എന്നത് ഇന്ന് ചരിത്രത്തിൽ പോലുമില്ല. ഇല്ലാത്ത ഏദോമിൻ്റെ നാശം വന്നപ്പോൾ, പ്രവചനം നിവർത്തിയായപ്പോൾ എന്നാണ് നക്ഷത്രം താഴെ പോയെ? അപ്പം 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ആകാശം ചുരുണ്ടുപോയെന്നും അത്തിയുടെ കായ് കൊടുങ്കാറ്റിൽ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ താഴെ വീണു എന്ന് പറയുമ്പോൾ ഇത് അക്ഷരികമായിട്ട് സംഭവിക്കാൻ പോവുകയാ എന്ന് വിശ്വസിക്കുന്നത്, അത് വിശ്വാസമെന്ന് ഞാൻ പറയത്തില്ല, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തരം എന്നേ പറയത്തുള്ളൂ. അങ്ങനത്തെ കാര്യം വിശ്വസിക്കുന്നവൻ വിഡ്ഢിയാണ്, അത് പ്രസംഗിക്കുന്നവൻ പമ്പര വിഡ്ഢിയാണ്. കാരണം 1000 കോടി ഭൂമിയെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉണ്ട് ഒരു നക്ഷത്രത്തിന്. ഒരു നക്ഷത്രം ഭൂമിക്ക് നേരെ വന്നാൽ ഭൂമി തവിടുപൊടിയായി പോകും. അത് ഒന്ന് വീണതെന്നല്ല, അത്തിക്ക വീഴുന്ന പോലെ നക്ഷത്രങ്ങൾ പടപടാന്ന് വീഴുന്നു. ഇതൊക്കെ പ്രൊഫറ്റിക് ലാംഗ്വേജാ സഹോദരങ്ങൾ. ഞാനിപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലർക്ക് ഇത് വിശ്വാസമാണ്. പക്ഷേ മറ്റു ചിലർ നാളെ ഏതെങ്കിലും ഒരു മാമൻ വന്നിട്ട് പറയും, ആകാശത്ത് ഇളക്കി തുടങ്ങി, നക്ഷത്രങ്ങൾ വീഴാൻ തുടങ്ങി, യേശു വരാറാന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് തുള്ളിച്ചാടി കൈയടിക്കുകയും ചെയ്യും. ഈ എല്ലാ വിഡ്ഢിത്തരങ്ങളും ചെലവാകുന്ന ഒരു മാർക്കറ്റാണ് ഇവിടുത്തെ മതം. എല്ലാ വിഡ്ഢിത്തരങ്ങളും വിളമ്പാൻ പറ്റുന്ന ഈ പ്രപഞ്ചത്തിലെ ഏക മാർക്കറ്റ് മതമാണ്. ഞാനൊരു ക്രിസ്തീയ മതത്തിൻ്റെ ഭാഗമേ അല്ല. ഐ ആം നോട്ട് എ ക്രിസ്ത്യൻ അറ്റ് ഓൾ. ഞാൻ തുറന്നു പറയാം, ഞാൻ ക്രിസ്ത്യാനിയേ അല്ല. ദ ബൈബിൾ കോൾസ് മീ യു ആർ ദ സൺസ് ഓഫ് ഗോഡ്. ദൈവവചനം യേശു നമ്മെക്കുറിച്ച് പഠിപ്പിച്ചത് നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. അപ്പം ഇവിടെ നക്ഷത്രങ്ങൾ വീഴുക എന്ന് പറയുമ്പോൾ അത് ഉടനെ ഒറിജിനൽ നക്ഷത്രം വീഴുക എന്നല്ല. ഏദോമിൽ ഇത് സംഭവിച്ചെങ്കിൽ ഏദോമിൽ എന്താ വീണത്? ഏദോമിൻ്റെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പുത്രന്മാരും പുത്രിമാരും രാജ്ഞിയും ഒക്കെ അവരുടെ ഉന്നത പദവിയിൽ നിന്ന് താഴേക്ക് നിലംപരിചായി പോയ ചരിത്രത്തെയാണ് പ്രവചന ശബ്ദമായിട്ട് ഇവിടെ ദൈവത്തിൻ്റെ ദാസൻ യെശയ്യാവ് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കിയാൽ ചില കാര്യം കൂടെ പറയാം. എസേക്കിയേൽ പ്രവചനം 32:6 മുതൽ 8 വരെയുള്ള എസേക്കിയേൽ 32:6 മുതൽ 8 വരെ ആ ഭാഗത്തും കൂടെ ഇതൊക്കെ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി ഞാൻ വായിക്കുകയാണ്. കാരണം ചില കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി തരാനുള്ള എൻ്റെ ഒരു ശ്രമം. 32:6 മുതലുള്ള വാക്യങ്ങളിൽ, ഞാൻ നിന്റെ ചെളി നിലത്തെ മലയോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും, നീർച്ചാലുകൾ നിന്നാൽ നിറയും, നിന്നെ കെടുത്തു കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി. ഇത് ഈജിപ്തിന് നേരെയുള്ള ന്യായവിധിയ. മിസ്രയീം രാജാവിനോട് ഇത് കേൾക്കണം. വാക്യം, ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പുടിപ്പിക്കും, ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറയ്ക്കും, ചന്ദ്രൻ പ്രകാശം നൽകിയില്ല, ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിസുകളെ ഒക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പുടിപ്പിക്കുകയും
നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യും. ഈജിപ്റ്റ് രാജാവിനോടുള്ള പ്രവചനമാണ്. ഈ പ്രവചനത്തിൽ പറയുക, ആകാശത്തെ മൂടും, നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കുന്നു. എടോ, ഒരു ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്തെ ദൈവം ആക്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ന്യായവിധി ഇവർക്ക് പറയുമ്പോൾ ദൈവം പറയും, നീ കാരണം ഞാൻ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്കെല്ലാം കറുപ്പിടിപ്പിക്കുന്നു പറയില്ല. ശബരിമലയിൽ പോകുമ്പോൾ അവിടുത്തെ അയ്യപ്പ ഭക്തന്മാർ എടുക്കുന്ന പോലെ ഒരു കറുത്ത ഉടുപ്പുണ്ട്, തുണിയുണ്ട്, ഒരു മുണ്ടുണ്ട്, കറുത്ത മുണ്ട്. അങ്ങനെ ഒരു കറുത്ത മുണ്ട് ദൈവം അവരെ ഉടുപ്പിക്കുമെന്നാണ്, അല്ല ഈ നക്ഷത്രങ്ങൾക്കെല്ലാം ഇട്ട് കൊടുക്കുമെന്നോ, കറുപ്പുടിപ്പിക്കുമെന്ന് പറഞ്ഞെന്തോ. നക്ഷത്രം ഇരുണ്ടു പോകുമെന്നാണ്. ഒരു മിസ്രീം എന്ന് പറഞ്ഞ ഒരു പീക്രി രാജ്യത്തെ നശിപ്പിക്കാൻ ദൈവം തമ്പുരാൻ ന്യായവിധി അയക്കുമ്പോൾ ഉടനെ ദൈവം തമ്പുരാൻ്റെ ദേഷ്യം കയറിയിട്ട് ആകാശത്തിലെ എല്ലാ നക്ഷത്രങ്ങളെയും കറുപ്പിക്കും. ഇതെന്തോ ഇതിൻ്റെ അർത്ഥം? അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത്, ദൈവം ഒരു ന്യായവിധി അയക്കുമ്പോൾ അവിടെ ഉപയോഗിക്കുന്ന പ്രൊഫറ്റിക് ലാംഗ്വേജ് ആണിത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഈ ക്രിസ്തീയ ലോകത്ത് നമ്മളിത് കേൾക്കുമ്പോൾ, ഞാനിത് കുറേ കേട്ടിട്ടുണ്ട്. നക്ഷത്രം വീഴും, ഭൂമി, സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തതുല്യമായിട്ട് തീരും, അയ്യോ നാശം വരെ, ഇതൊക്കെ നമ്മൾ കേട്ട് ഞാൻ വിറച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടത് ഇതുപോലൊരു ഭയാനകമായ മെസ്സേജ് കേട്ടിട്ട്, അന്ന് ഷാജി യോഗന്നാൻ എന്ന് പറയുന്ന ഒരു പത്തനാപുരത്തെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പാസ്റ്റർ പ്രസംഗിക്കാൻ വന്നു. രണ്ടാം വരവ് പ്രസംഗിച്ച് പേടിച്ച് സത്യം പറഞ്ഞാൽ പേടിച്ച് വിറച്ച് കൈ ഉയർത്തി യേശുവേ രക്ഷിക്കണേ എന്ന് പറഞ്ഞു പോയി. യേശുവിനോടുള്ള സ്നേഹവും ഞാൻ പാപം ചെയ്ത് ഇതൊന്നും എനിക്ക് വിഷയമല്ലായിരുന്നു. ഞാൻ കേട്ട സൂചിയായിട്ട് നിന്നെ കാച്ചിക്കളയുക. അപ്പം അന്ന് മുതൽ ഭീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതൊരു ഫോബിയയാണ്, ഇത് ഭയങ്കര ഭീതിയാണ്. നക്ഷത്രം ഇരുണ്ടു പോവുക, സൂര്യൻ ഇരുണ്ടു പോവുക, നക്ഷത്രം താഴെ, ഇതൊക്കെ പ്രസംഗിക്കുന്നത് കേൾക്കണം. നക്ഷത്രം ഇങ്ങനെ താഴെ വീഴുമെന്ന ഒരു നക്ഷത്രം ഈ സൈഡിൽ കൂടെ പോയുള്ള അവസ്ഥയൊന്നും ആലോചിച്ചിട്ടുണ്ടോ ഇവർ? ഇവരുടെ വിചാരം ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ആകാശത്തിലെ മാങ്ങയാണ്. ഇതിൻ്റെയൊക്കെ വലുപ്പം എന്താണെന്ന് ചുമ്മാ അത് ഗൂഗിൾ തപ്പി നോക്കി. ബൈബിളിൽ ചിലപ്പം തപ്പിയാൽ ഇതിൻ്റെ വലുപ്പം മനസ്സിലാത്ത, സയൻസ് ഇതിൻ്റെ വലുപ്പം എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വന്ന് ആകാശത്തു നിന്ന് തലയിലോട്ട് വീഴുക എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ്റെ തലയിൽ എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നക്ഷത്രം. അപ്പം ഈജിപ്തിന് നേരെയുള്ള ന്യായവിധിയിലും ഇതാ കർത്താവ് പറഞ്ഞത്. ഇനി അടുത്തത്, ഇതൊക്കെ ഒന്ന് രണ്ട് കാര്യം അങ്ങ് പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 30 31 വാക്യം നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ ഇസ്രായേലിന് നേരെയുള്ള ജഡ്ജ്മെൻറ്റിലും ദൈവം ഇത് തന്നെ പറയുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 15-16 വാക്യങ്ങളിലും, ഹബക്കൂക്കിൻ്റെ പ്രവചനം 3-6 മുതൽ 11 വാക്യങ്ങളിലും, കൽദേയരുടെ നേരെയുള്ള ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് നേരെയുള്ള യുദ്ധത്തിലും ഇതേ പദപ്രയോഗങ്ങളാണ് ദൈവം ആവർത്തിച്ച് പറയുന്നത്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ ഭാഗങ്ങളിലെല്ലാം, അതായത് ഞാൻ നേരത്തെ വായിച്ച റെഫറൻസ് എല്ലാം കൂടെ ഞാൻ വായിക്കുന്നില്ല, ഈ ഭാഗങ്ങളിലെല്ലാം ആകാശത്തിലെ നക്ഷത്രങ്ങൾ വീഴും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല എന്നുള്ള നിലയിലാണ് മുഴുവൻ വ്യാഖ്യാനങ്ങൾ പോകുന്നത്. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ അവിടെ എങ്ങും സൂര്യൻ ഇരുണ്ടു പോയിട്ടുമില്ല, അവിടെ എങ്ങും ചന്ദ്രൻ പ്രകാശം കൊടുത്തിട്ടില്ല. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു Boss David, thank you so much. Still, I believe the power of God and supernatural works. Still, I believe it. Still, I believe it. Thank you. Okay. അപ്പോൾ ഒരിടത്തും നക്ഷത്രങ്ങൾ താഴെ പോയിട്ടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, മത്തായിയുടെ വെളിപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ ഈ ന്യായവിധിയുടെ മുദ്ര പൊട്ടിക്കുമ്പോൾ നക്ഷത്രങ്ങൾ വീഴും. ഞാനിത് തോംസച്ചാൻ പറഞ്ഞൊരു കാര്യം ഞാൻ കടമെടുക്കുക. ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്താ? ഇതിന് ബൈബിൾ തന്നെ ഒരു തെളിവ് പറയുന്നുണ്ട്. അത് യോസഫിൻ്റെ ഒരു സ്വപ്നമാണ്. യോസഫിൻ്റെ സ്വപ്നത്തിൽ സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും തന്നെ നമസ്കരിക്കുന്നു എന്നൊരു കാര്യം കാണാൻ പറ്റും. അപ്പം സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും നമസ്കരിക്കുന്നു എന്ന്
യാക്കോബിനോട് പോയി ജോസഫ് പറയുമ്പോൾ ജോസഫിനെ നോക്കി 100% യാക്കോബ് പറയുകയാണ്, എന്തുവാ അദ്ദേഹത്തിന് അത് ഗ്രഹിക്കാൻ പറ്റി. അദ്ദേഹം പറഞ്ഞെങ്ങനെയാണ്, ഞാനും നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കുമെന്ന്. അപ്പോൾ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞാൽ സൂര്യൻ അവിടെ പിതാവായിട്ടും പുരുഷ അധികാരിയായിട്ടും ചന്ദ്രനെ സ്ത്രീയായിട്ടും നക്ഷത്രങ്ങളെ മക്കളായിട്ടും കാണുന്നു. ഇതാണ് ബൈബിളിൻ്റെ ഭാഷ. അപ്പോൾ സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുരുഷന്മാർ നശിച്ചു പോകും, മരിച്ചു പോകുന്ന. ചന്ദ്രൻ രക്തതുല്യമായി തീരുമെന്ന നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിൻ്റെ നാശം സംഭവിച്ച കാലത്ത്, ഇസ്രായേലിൻ്റെ മേൽ റോമിൻ്റെ ആധിപത്യം നടന്ന കാലത്ത് ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് മാനഭംഗപ്പെടുത്തിയത്. ആയിരക്കണക്കിന് സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി അവരുടെ രക്തം നിങ്ങൾക്കറിയാം ബ്ലഡ് ഷെഡ് ചെയ്തു. സ്ത്രീകൾ രക്തതുല്യമായി, ചന്ദ്രൻ രക്തതുല്യമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് മീതെ നിൽക്കുന്ന ചന്ദ്രൻ ഇങ്ങനെ ചുവന്ന നിറം വന്നെന്നല്ല. നിന്റെ പുരുഷന്മാർ സിംഹാസനങ്ങളിൽ നിന്ന് താഴെ വീണു മരിക്കും. നിന്റെ സ്ത്രീകൾക്ക് മാനഹാനി ഉണ്ടാകും. ഞാനൊന്നുകൂടെ പറയാം, നിന്റെ പുരുഷന്മാരുടെ മേൽ വാള് വീഴും, നിലംപരിചാകും. നിന്റെ സ്ത്രീകൾ മാനഹാനിക്കിരയാകും. അവർ രക്തത്തിൽ കുളിച്ച് കിടക്കേണ്ട കാലം വരും. നക്ഷത്രങ്ങൾ താഴെ വീഴുമെന്ന് പറഞ്ഞാൽ നിന്റെ മക്കൾ, ഉന്നത മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന നിന്റെ തലമുറകൾ അത്തിയുടെ കായ് വീഴുന്നത് പോലെ നിലത്ത് വീഴും. ഇതാ യേശു പറഞ്ഞത്. ഇസ്രായേലിനോടുള്ള ദൂത, സിയോൻ പുത്രിയോട് പറഞ്ഞ ദൂത. ലൂക്കോസിന്റെ സുവിശേഷം 23:27 വാക്യങ്ങളിൽ സിയോൻ പുത്രിയെ എന്ന് പറഞ്ഞ് സിയോൻ പുത്രിയോട് പറയുക. എൻ്റെ പ്രിയ സഹോദരന്മാരെ, സൂര്യൻ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ കാണിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെ കാണിക്കുന്നത്. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കാണിക്കുന്നത്. നക്ഷത്രം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത്. സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നു എന്ന് ജോസഫ് പറഞ്ഞപ്പോൾ യാക്കോബ് ആകാശത്തേക്ക് നോക്കി സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രത്തെ നോക്കിയെന്നില്ല, അവൻ്റെ കുടുംബത്തെ നോക്കിയെന്ന്. സൂര്യൻ ഇരുണ്ടു പോകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുരുഷ പ്രജകൾക്ക് മൊത്തം നിങ്ങളുടെ പ്രകാശം നഷ്ടപ്പെടുന്ന, യു വിൽ ഡൈ. ചന്ദ്രൻ രക്തതുല്യമാകുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സകല സ്ത്രീകളെയും റോമൻ സൈന്യം അപമാനിക്കും. അവർ ബ്ലഡിൽ കുളിച്ചു കിടക്കുന്ന കാലം വരും. നിങ്ങളുടെ ചന്ദ്രൻ രക്തതുല്യമായി മാറും, അപമാനിക്കപ്പെടും. യുവർ വുമൺസ് ആർ ഗോയിങ് ടു ബി റേപ്ഡ്. അതാ അവൻ്റെ അർത്ഥം. അല്ലാതെ ആകാശത്തെ നക്ഷത്രങ്ങളെ ചന്ദ്രനെ നോക്കി ചന്ദ്രനാണ് ഇനി ചുമക്കാൻ നമ്മൾ ഡോണ്ട് ബി ഫൂൾ. ദിസ് ഈസ് ദ വേർഡ്. ചന്ദ്രൻ രക്തതുല്യമായി തീരും. അത്തിയുടെ കായ് കൊടുങ്കാറ്റിൽ താഴെ വീഴുന്നത് പോലെ നക്ഷത്രങ്ങൾ വീഴുന്ന നിങ്ങളുടെ തലമുറകൾ. അതിനെത്ര വാക്യം വേണം? തലമുറകൾ നക്ഷത്ര തുല്യമാണെന്ന്. അബ്രഹാമിനെ നോക്കി ഒരിക്കൽ ദൈവം വിളിച്ചു പറഞ്ഞു, ആകാശത്തെ നോക്കുക, അതിൻ്റെ സന്തതികളെ ഇവണ്ണമാക്കുമെന്ന്. സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മക്കളാണ്, ഇസ്രായേലിന്റെ പുത്രന്മാർക്കിട്ട പേരാണ്. ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെ നിന്റെ തലമുറയും. യുവർ ചിൽഡ്രൻ ഷാൽ ബി ലൈക്ക് ദ സ്റ്റാർസ്. ഈ സ്റ്റാർസ് താഴെ വീഴും എന്ന് പറഞ്ഞാൽ നിന്റെ മക്കൾ ഈ വാളിന്റെ വെട്ടേറ്റ് താഴെ വീഴും. എത്ര ഭയാനകമായ ചിത്രമാണെന്നറിയാമോ പ്രിയരെ? എത്ര ഭയാനകമായ ചിത്രം. നമ്മളിത് കാണുമ്പോൾ ഉടനെ നമ്മൾ നക്ഷത്രങ്ങളിലേക്കും സൂര്യനിലേക്കും, ഇതല്ല ഇതിൻ്റെ അർത്ഥം. 6ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇസ്രായേലിന്റെ പ്രഭുക്കന്മാരുടെ മേലും രാജാക്കന്മാരുടെ മേലും ധനവാന്മാരുടെ മേലും സൂര്യന്റെ മേലും ചന്ദ്രന്റെ മേലും നക്ഷത്രങ്ങളുടെ മേലും ബലവാന്മാരുടെ മേലും നാശം വരാൻ പോവുക. നിങ്ങളുടെ തലമുറകൾ വെട്ടേറ്റ് താഴെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സിയോൻ പുത്രിയെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ പുത്രന്മാരെയും ചൊല്ലി കരയുവീൻ. മുല കുടിക്കാത്ത അമ്മയും പ്രസവിക്കാത്ത ഉദരമുള്ള സ്ത്രീയും ഭാഗ്യമുള്ളത് എന്ന് പറയുന്ന കാലം വരാൻ പോവുകയാണ്.
pathetic it is. സോ ആറാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ആറാമത്തെ മുദ്ര ഇസ്രായേലിൻ്റെ പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും സഹസ്രാധിപന്മാരെയും ബലവാന്മാരെയും ധനവാന്മാരെയും സകല ആളുകളെയും നിലംപരിചാക്കുന്ന നിലയിലുള്ള ന്യായവിധിയാണ്. ദാറ്റ് ഈസ് ദ കൾമിനേഷൻ ഓഫ് ദ ഡേ ഓഫ് ദ ലോർഡ്. അന്ന് അവർ പറയുന്നു, മലകളിലേക്ക് പോയിട്ട് വന്ന് ഞങ്ങളുടെ മേലോട്ട് വീഴണമേ, പാറകളുടെ ഇടയിലോട്ട് കയറി ഞങ്ങളുടെ മേൽ വീഴണമേ എന്നവർ മരണം കൊതിക്കുകയാണ്. ദിസ് ഈസ് എ ഗ്രേറ്റ് ട്രിബുലേഷൻ. ഇത് തന്നെയല്ലേ യേശുനാഥൻ ലൂക്കോസിന്റെ സുവിശേഷം 23 പറഞ്ഞത്, മലകളെ ഞങ്ങളുടെ മേൽ വന്ന് വീഴുവിൻ, പാറകളെ ഞങ്ങളുടെ മേൽ മൂടുവിൻ, കുന്നുകളെ ഞങ്ങളുടെ മേൽ വന്ന് മൂടുവിൻ എന്ന് നിങ്ങൾ ആ നാളിൽ പറയും. നിങ്ങൾ മരിക്കാൻ കൊതിക്കും എന്നാണ് പറഞ്ഞത്. നിങ്ങൾ മരിക്കാൻ കൊതിക്കുമെന്ന്. വാർ ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ, വാർ ഓഫ് ദ ജ്യൂസ് എന്ന പുസ്തകത്തിൽ എനിക്കൊന്നു ജോസിഫസ് പറഞ്ഞേക്കുന്ന ഭാഗം ഇങ്ങനെയാണത് എഴുതി വച്ചിരിക്കുന്നത്. വാർ ഓഫ് ദ ജ്യൂസ് എന്ന പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ ഭാഗത്തിൻ്റെ 3-ാമത്തെ ഉപഭാഗം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ഭാഗം നോക്കിയാൽ മതി. സോ നൗ ദ ലാസ്റ്റ് ഹോപ്പ് വിച്ച് സപ്പോർട്ടഡ് ദ ടൈറന്റ് ആൻഡ് ദ ക്രൂ ഓഫ് ദ റോബേഴ്സ് ഹു വെയർ വിത്ത് ദം underground with her. If they could once fly, they did not expect to search for, but endured with after all cities should be destroyed and the Roman gone away, they might come out again and escape from them. This was no better than the dream of theirs, for they were not able to hide either from God or from the Romans. വാർ ഓഫ് ദ ജ്യൂസിനകത്ത് ഇദ്ദേഹം ജോസിഫസ് എഴുതിയേക്കുന്നത്, ഇവര് ഈ കള്ളന്മാരെ പോലെ ഇവരെവിടെ ചെല്ലുക, ഇവർ പോയി ഒളിച്ചിരിക്കുക, അവർ നമ്മളെ കാണത്തില്ല, റോമാക്കാരെ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് പാറയുടെ കീഴിലും മലയുടെ കീഴിലൊക്കെ പോയി ഒളിക്കുക ഇവർ. അപ്പം ഇവർ പറയാണ്, പക്ഷെ അവർക്ക് സ്വപ്നം കണ്ടു, ഒരു വിചാരിച്ചു ഇവർ നമ്മളെ കാണത്തിൽ ഒഴിഞ്ഞു പോകുന്നു. പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ നിന്നും റോമിൻ്റെ കണ്ണിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതേ വാക്യം തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ് ബൈബിൾ എഴുതിയേക്കുന്നത്. ഇതേ കാര്യം തന്നെ നോക്കില്ലേ. വാർ ഓഫ് ദ ജ്യൂസ് വെളിപ്പാട് പുസ്തകം നോക്കി എഴുതിയപോലെ തോന്നുന്നത്. ഇതുപോലെ തന്നെയല്ലേ എഴുതിയേക്കുന്നത്. വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് മുഖം കാണാതെ വണ്ണം, കുഞ്ഞാടിൻ്റെ കോപം തട്ടാതെ വണ്ണം ഞങ്ങളെ മറപ്പിൻ എന്ന് പറഞ്ഞാൽ ദൈവം ഞങ്ങളെ കാണണ്ട, അല്ലെങ്കിൽ ഈ കോപത്തിന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം, റോമിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലകളിൽ പോയി ഒളിച്ചിരിക്കുക അവർക്ക് സ്വപ്നം കാണുന്നത് പോലെയാണ്. വേറൊരു ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ പട്ടണം ഇങ്ങനെ കത്തുമ്പോൾ ഇവർ ഭയങ്കര സന്തോഷിച്ചെന്ന് എന്ന് പറഞ്ഞാൽ ഇനി ഞങ്ങളും തീരാൻ പോകും, ഇനി ഞങ്ങളുടെ കഷ്ടപ്പാട് തീർന്നു, മരിച്ചാൽ മതി എന്ന് കൊതിക്കുന്ന ഒരു കാലം. ദിസ് ഈസ് ഹാപ്പൻഡ് ഓൺ ദ 6th seal. ഇത് നടന്ന സംഭവമാണ് പ്രിയരെ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ഞാൻ നിങ്ങളോട് പറയാം, ഇത് സംഭവിച്ച കാര്യമാണ്, ഇതിനി സംഭവിക്കും, നടക്കാൻ പോവുകയാണ്, യേശു ഇങ്ങോട്ട് താ വരാൻ പോവുകയാണ്, പിടിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം. നമുക്ക് സത്യസുവിശേഷം പറയേണ്ട സമയമാണിത്. ഇന്ത്യ ലോകരാജ്യം മുഴുവൻ ഭയത്തിലും ഭീതിയിലും സത്യത്തിൽ വളരെ വേദനിക്കുന്ന ഈ കാലത്ത് പ്രത്യാശയുടെ സന്ദേശം ക്രിസ്ത്യാനിയുടെ നാവിൽ എഴുന്നേൽക്കേണ്ട സമയമാണ്. ദൈവത്തിൻ്റെ രാജ്യം അതിൻ്റെ ശക്തിയോടെ വെളിപ്പെടേണ്ട കാലം വന്നിരിക്കുകയാണ്. നമ്മൾ ഇനിയും മതപ്രസംഗികളായി, മതത്തിൻ്റെ വക്താക്കളായി, മതമാറ്റ കർമ്മങ്ങളിൽ നിന്ന് നാം ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി എഴുന്നേൽക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകരായി നാം എഴുന്നേൽക്കണമെങ്കിൽ 2000 വർഷത്തിനു മുമ്പ് യേശു ആ രാജ്യം വന്ന് സ്ഥാപിച്ചു എന്ന് നാം വിശ്വസിക്കണം. ആ രാജ്യം ഇന്ന് ഭൂമിയിൽ ഉണ്ടെന്ന് വിശ്വസിക്കണം. ആ രാജ്യം ഇനിയും കുറച്ചു കാലം കഴിഞ്ഞിട്ട് യേശു സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരുമെന്നും അതിനുശേഷം ഒരു രാജ്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവൻ ഈ ഭൂമിക്ക് യൂസ്ലെസ് ആണ്. നിങ്ങൾ ഉപയോഗശൂന്യരായി പോകും. 2000 yearsന് മുമ്പ് യേശു ഇത് കൊണ്ടുവന്നെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രം പോരാ, അതിനെ ലോകത്ത് വ്യാപിപ്പിക്കാൻ ദൈവം എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടെ നമ്മൾ ഉൾക്കൊള്ളണം. സോ ഞാൻ ഇത്രയും പറഞ്ഞ് തൽക്കാലം ഈ ഭാഗങ്ങളിൽ നിന്ന് വിരമിക്കുകയാണ്. നിങ്ങൾ മറക്കരുത്, വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിലെ 6 മുദ്രകൾ പൊട്ടിച്ചു കഴിഞ്ഞു. 6 മുദ്രകളും ഇസ്രായേലിൻ്റെ ന്യായവിധിയാണ്. ഇത് നമുക്കോ ഇന്ത്യക്കോ ആഫ്രിക്കയ്ക്കോ അമേരിക്കയ്ക്കോ യൂറോപ്പിനോ ഇതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, കുറേ വർഷങ്ങളായിട്ട് ഹാൾ ലിൻസെ, പിന്നെ എന്തോ പറയുന്നത്, ജൊനാഥാൻ എന്ന് പറഞ്ഞൊരു ഹീബ്രു ഉണ്ട്, മൈക്കിൾ ബ്രൗൺ എന്ന് പറഞ്ഞൊരു ഹീബ്രു, ഒരു എബ്രായ പഠനക്കാരൻ, പെറി സ്റ്റോണ്, പിന്നെ ജോൺ ഹാഗി,
കുറേ ആളുകളുടെ ഇവരുടെ എല്ലാം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇവരുടെ എല്ലാം പുസ്തകങ്ങളിലൂടെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ മുഴുവൻ പ്രവചനങ്ങളും ചീറ്റി പോവുക. പ്രവചനം മൊത്തം ചീറ്റിപ്പോവും. നാട്ടിൽ പറയത്തില്ലേ, ഈ കത്താത്ത പടക്കം ചീറ്റിപ്പോകുന്ന പോലെ അങ്ങ് ചീറ്റുക, മൊത്തം ചീറ്റി. ഇപ്പം തോമസ് മാമൻ്റെ എല്ലാം ടോടോടോടോന്ന് ചീറ്റുക. ഞാനിത് പേര് പറഞ്ഞ് ആക്ഷേപിക്കല്ല കേട്ടോ. നമ്മുടെ ചാത്തന്നൂർ അച്ചായൻ്റെ പടപടോന്ന് പൊട്ടുകയല്ല, എല്ലാം ചീറ്റും. കാരണം ഇതൊന്നും സംഭവിക്കത്തില്ല, ഇതൊന്നും സംഭവിക്കില്ല. ഇവർ പറയുന്ന ഒന്നും സംഭവിക്കത്തില്ല. കാരണം ഇവരുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ഏതോ ഒരാളല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് ഉദ്ദേശശുദ്ധിയും ലക്ഷ്യബോധമുണ്ട്. ഈ പ്രസംഗകർക്ക് ഒരു ലക്ഷ്യവുമില്ല, ഒരു ബോധവുമില്ല. നമ്മുടെ ദൈവത്തിന് ലക്ഷ്യമുണ്ട്. നമ്മുടെ ദൈവം എന്തിന് മനുഷ്യനെ സൃഷ്ടിച്ചെന്നും എന്താ അവരെ കൊണ്ട് ചെയ്യുന്നെന്നും എന്താ അവൻ ചെയ്യുമെന്നും കൃത്യബോധ്യമുണ്ടാണ് ദൈവത്തിന്. അല്ലാതെ ഇവർ പറയുമ്പോൾ ദാ വരുന്നു ഒരുമിക്കോ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന എല്ലാ സംവിധാനങ്ങളും നിങ്ങൾ സ്വതന്ത്രരാകണം പ്ലീസ്. മുദ്ര പൊട്ടിക്കാൻ പോകണം. ഷട്ട് അപ്പ് യുവർ മൗത്ത് എന്ന് പറയണം. ഷട്ട് അപ്പ് യുവർ മൗത്ത്. ബിക്കോസ് ഓൾറെഡി ഇസ് ഹാപ്പൻഡ്, ഇസ് ഓൾറെഡി ഫുൾഫിൽഡ്. ദാറ്റ്സ് എ കവനന്റ് എസ്കറ്റോളജി. കവനന്റ് എസ്കറ്റോളജിയാ പ്രിയരെ. ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ അന്ത്യശാസ്ത്രമാണ്. ഇത് നമുക്ക് ബാധകമല്ല. നമുക്കിതിനകത്ത് ഒരുപാട് നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. അത് മനസ്സിലാക്കിക്കോളൂ. വി ക്യാൻ സോ മെനി ലെസൺസ് നമുക്കിന്ന് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് യേശുവിൻ്റെ മടങ്ങിവരവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കാട്ടിക്കൂട്ടുന്ന ഈ സംഭവങ്ങളോടൊന്നും ദൈവസഭ, ഞാൻ ഒന്നുകൂടെ പറയാം, ചിലരിപ്പം കഴിഞ്ഞ യേശുവിൻ്റെ വരവാ ഞങ്ങളുടെ പ്രത്യാശ. ഏത് ബൈബിളിലെ വാക്യമാണ്? ഷോ മി എ സിംഗിൾ വേർഡ്. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ് സഭയുടെ പ്രത്യാശ എന്ന് പറയുന്ന സൂചിപ്പിക്കുന്ന ഒരു വാക്യം കാണിച്ചു തരാമോ? ഒരു വേർഡ് കാണിച്ചു. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവാണ് സഭയുടെ ഭാവി പ്രത്യാശ എന്ന് സൂചിപ്പിക്കുന്ന ഒരു റെഫറൻസ് കാണിച്ച ബൈബിൾ. എന്താണെന്നറിയാമോ ഭാവി പ്രത്യാശ? പ്രവാചകന്മാർ മുൻകുറിച്ച് പറഞ്ഞതെല്ലാം യഥാസ്ഥാനത്താകണം. അതാ ദൈവത്തിൻ്റെ. 2, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. മരണത്തിൽ നിന്ന് മനുഷ്യൻ അമർത്യതയിലേക്ക് പോകണം. മർത്യമായത് അമർത്യതയെ പൂകണം. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഓഫ് ദ ചർച്ച്. മരണവും പാതാളവും യേശുവിൻ്റെ പാദത്തിൽ വരണം. ഒടുക്കത്തെ ശത്രുവായ മരണം യേശുവിൻ്റെ കാൽ കീഴാകണം. അതാണ് സഭയുടെ പ്രത്യാശ. അല്ലാതെ അപ്പം യേശു വരാൻ പോകുന്നു എന്ന് പറഞ്ഞവനെല്ലാം സെല്ലിൽ ഇരിപ്പുണ്ട്, പോയി നോക്കിയാൽ മതി. എല്ലുമുട്ടമായിട്ട് അവിടെ ഇരിക്കുക. യേശു പ്രത്യാശ, ഭയങ്കര പ്രത്യാശ. ഒരു കാര്യം പറയും, അതാ നിങ്ങളുടെ പ്രത്യാശയെങ്കിൽ നിങ്ങളുടെ മരണത്തിന് മുമ്പ് അത് വന്നിരിക്കണം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. യേശു ക്രിസ്തുവിൻ്റെ വരവാ നിങ്ങളുടെ പ്രത്യാശയെങ്കിൽ നിങ്ങളുടെ ഈ കാലത്ത് യേശു വന്നിരിക്കണം. പിന്നെ ഇപ്പോൾ യേശു വരുമെന്ന് പറയുന്ന എല്ലാ പാസ്റ്റർമാരുടെയും ശ്രദ്ധയ്ക്ക് ഞാൻ ഈ പറഞ്ഞ് ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു വരാൻ പോകുന്നു പറഞ്ഞാൽ സാജു എല്ലാ ആചാര്യന്മാരോടും ഞാൻ പറയാം, നിങ്ങളുടെ വസ്തുവും നിങ്ങളുടെ സ്വത്തെല്ലാം നിങ്ങൾ എഴുതി ഞാൻ ചിലരുടെ പേര് തരാം, അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ നീ എൻ്റെ പേര് എഴുതി തരണം. ഞാനിത് വിശ്വസിക്കുന്നില്ല. നിനക്ക് ചുണ ഉണ്ടെത്താ. നീ യേശു ഇപ്പോൾ വരാൻ പോകുന്നല്ലേ പറഞ്ഞേ? നിന്റെ വസ്തുവും വീടും കാറും ഒക്കെ എൻ്റെ പേരുത്താ. തോമസ് മാവൻ ഇഷ്ടംപോലെ ഉണ്ടാക്കിയില്ലേ? നിങ്ങളുടെ യേശു ഇപ്പോൾ വരുമില്ലേ? പിന്നെ അത് നിങ്ങൾ കളയെങ്കിൽ നേരത്തെ എനിക്ക് തരാൻ. അല്ലെങ്കിൽ ഞാൻ ആർക്കെങ്കിലും ഞാൻ കൊടുക്കേണ്ട കുറച്ച് ആളുടെ പേര് തരാം. നിങ്ങളുടെ വസ്തുക്കളെല്ലാം ഇതാ. നിങ്ങളുടെ വസ്തു, കാറ്, വീട് എല്ലാം യേശു ഇപ്പോൾ വരും. അതുകൊണ്ട് നിങ്ങൾ റോഡിൽ ഇറങ്ങിയിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ പോയി ഒരു പത്രത്തിൽ കിടന്നുറങ്ങും. മേലാൽ ഈ സംഭവങ്ങൾ നിങ്ങൾ പറയുന്നെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യണം. അല്ല, പണ്ട് യേശുവിൻ്റെ വീണ്ടും ജനനം പ്രസംഗിച്ചൊരു പാസ്റ്റർ ഈ കൺവെൻഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ കാണാം, കൺവെൻഷൻ ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് തെങ്ങിൻ്റെ തയ്യെ ഇങ്ങനെ വളർത്തുന്ന സ്ഥലമാണ്. അപ്പം തെങ്ങിൻ തോപ്പിലും കണ്ടു വെച്ചാൽ നടന്നത്. പുള്ളിക്കാരൻ പറഞ്ഞ് എനിക്ക് ഒരു 4 തെങ്ങിൻ തൈ വേണമെന്ന്. അപ്പോൾ പുള്ളി അതിൻ്റെ ഉടമസ്ഥൻ അത് കൺവെൻഷൻ ഗ്രൗണ്ട് കൊടുത്ത ആളാണ്. പുള്ളി ആ സഭയിലെ വിശ്വാസിയാണ്. പുള്ളിക്കാരൻ ചോദിച്ചു, യേശു ഇപ്പം വരാൻ പോകുന്നല്ലേ പറഞ്ഞു, പിന്നെ ഈ തെങ്ങിൻ തൈയുടെ ആവശ്യം എന്താ? തെങ്ങിൻ തൈയുടെ ആവശ്യം എന്താ? പുള്ളിക്കാരൻ പറഞ്ഞ മറുപടി പറഞ്ഞു, വന്നില്ലെങ്കിൽ കരിക്ക് കുടിക്കാന്ന്. മനസ്സിലായില്ലേ?
ഇപ്പം വരും, ദോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ആൾ പറയാം തെങ്ങുംതൈ 4 തരാം. യേശുദാ വരാൻ പോകുന്നു പറഞ്ഞവൻ്റെ പിള്ളേരെ എല്ലാം നാണ്ട് MBBS വിട്ടേക്കുക. യേശുദാ വരാൻ പോകുന്നു എന്ന് പറഞ്ഞവൻ്റെ തലമുറയെല്ലാം അമേരിക്കയിലേക്ക് പോകാൻ ഫയൽ ചെയ്തേക്കുക. ആളുകളെ കളിപ്പിക്കരുത്. നിങ്ങൾ യേശു വരാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചിട്ട് തെങ്ങുംതൈയും വാങ്ങിച്ചുകൊണ്ട് പോകരുത്. വന്നില്ല കരിക്ക് കുടിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ അന്ത്യകാല ശാസ്ത്രജ്ഞന്മാരോട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും വസ്തുവും വീടും ഒക്കെ എനിക്ക് എൻ്റെ പേര് എഴുതി തരണം. ഇത് നേരത്തെ നമ്മുടെ തോശാൻ പറഞ്ഞാണ്, ഞാനതങ്ങ് കോപ്പി അടിച്ച് പറയുക. എൻ്റെ പേര് എഴുതി തരണം. ഞാൻ ധനമോഹിയാന്നോ എന്തോ വേണമല്ലോ നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ വീടും കാറും വസ്തുവും തോട്ടവും എസ്റ്റേറ്റ് എല്ലാം എനിക്കിതാ. യേശുവിൻ്റെ വരവ് പ്രസംഗിക്കുന്നവന്മാരെല്ലാം എൻ്റെ പേരിൽ എഴുതി തരണം. കാരണം ഞാനത് വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ സാധനം ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ പറയുന്ന പോലെ കടപട എന്ന് പറഞ്ഞുകൊണ്ട് യേശു ഞാൻ വിശ്വസിക്കുന്നില്ല. യേശു വരുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് തരണം. വസ്തുവും നിങ്ങളുടെ എസ്റ്റേറ്റ്, നിങ്ങളുടെ കാറ്, നിങ്ങളുടെ ബാങ്ക് ബാലൻസ്, നിങ്ങളുടെ അമേരിക്കയിൽ നിന്ന് ഉണ്ടാക്കിയ കോടികളെല്ലാം താഴെ നിങ്ങൾ വാ. ഞങ്ങളിവിടെ കുറേ പാവപ്പെട്ടവർക്ക്, ഈ കുറേ പിച്ചക്കാർക്കോ അനാഥർക്കൊക്കെ കൊടുക്കാം. എന്തിനാ നിങ്ങൾ ഈ യേശു വരുമ്പോൾ കളഞ്ഞിട്ട് പോകുന്ന സാധനമൊക്കെ ചുമ്മാതെ വെച്ചേക്കുന്നത്? എങ്കിൽ സാറേ യേശു വരാൻ പോകുന്നു വിചാരിക്കുന്ന ഈ കുമ്പനാട്ടോ നിങ്ങളുടെ ആ വസ്തുവൊക്കെ ഇങ്ങിതാ. നിങ്ങൾ എന്നിട്ട് റോഡിലിറങ്ങി ഗ്ലോറിയൊക്കെ പറയാം. യേശു പെട്ടെന്ന് വന്ന് പോട്ടെ. കുറേ വർഷങ്ങളായിട്ട് മനുഷ്യനെ കളിപ്പിക്കാൻ തുടങ്ങിയതാ. വരാൻ പോകുന്നു. ഇപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ വാക്യം എടുത്തുകൊണ്ട് വരും. അന്ത്യകാലത്ത് അനേക പരിഹാസികൾ എഴുന്നേറ്റ് അവൻ്റെ വരവിൻ്റെ അതുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അതുകൊണ്ട് നമ്മൾ പറയുന്നതിനകത്ത് ഇത് മനസ്സിലാക്കി എന്താ പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കി. കർത്താവിൻ്റെ വരവ് ഇപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്നത് നീ നിൻ്റെ മക്കളെ പഠിപ്പിക്കരുത്. നീ വീട് വയ്ക്കരുത്, നീ കാറ് വാങ്ങരുത്, നീ ലോൺ എടുത്തൊന്നും ചെയ്യരുത്, നീ മക്കളെ കെട്ടിച്ച് വിടരുത്. കാരണം നീ പിള്ളേരെ കെട്ടിച്ച് വിട്ടാൽ നീ ചെയ്യുന്ന മഹാദോഷം എന്നറിയാമോ? കുഞ്ഞുങ്ങൾ ജനിച്ചാൽ പിന്നെ അവർ അന്ത്യകാലത്ത് മഹോപദ്രവത്തിലൂടെ പോയാൽ ഒരു രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ മഹോപദ്രവത്തിൽ പോകും. അതുകൊണ്ട് ഈ ജനിക്കാത്ത കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള കല്യാണം നടത്തരുത്, കൊച്ചുങ്ങളെ പഠിപ്പിക്കരുത്, നിങ്ങളുടെ ആൺപിള്ളേരെ പഠിപ്പിക്കരുത്, നിങ്ങൾ വീട് വെക്കരുത്. ഞാനീ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കുക. യേശുവിൻ്റെ വരവ് ഇപ്പോൾ സംഭവിക്കുമെന്ന് പറയുന്ന ആരും ദൈവത്തെ ഓർത്ത് നിങ്ങൾ വീട് വെക്കരുത്. നിങ്ങൾക്ക് പാസ്പോർട്ടൊക്കെ വലിച്ചീറി അങ്ങ് കീറി അങ്ങെടുത്ത് ദൂരെ കീറിഞ്ഞിട്ട് പറ യേശു വരാറായി, എനിക്ക് പാസ്പോർട്ട് വേണമെന്ന് പറ. കൊച്ചുങ്ങളെ സ്കൂളിൽ വിടരുത്. പിന്നെ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ കൊറോണയുടെ കാലമാണ്. വീട്ടിലിരിക്കരുത്, ഇറങ്ങ്, വെളിയിലിറങ്ങി റോഡിൽ കൂടെ നടക്ക്. യേശു വരാറായില്ലേ, ചാട്, ഓട്. വിഡ്ഢിത്തരം, ലോകോത്തര വിഡ്ഢിത്തരങ്ങളാണ് നമ്മൾ ലോകത്തോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ രക്തതുല്യമായി തീരും, നക്ഷത്രങ്ങൾ പടപടാന്ന് വീഴാൻ പോവുകയാണ്. പ്രിയരേ, നമ്മൾ പറന്നു പോകും. സ്തോത്രം. നമ്മൾ എവിടെ പറന്നു പോകുന്നു? അത് പറ. ഇതങ്ങ് പറഞ്ഞത് പരിഹാസരൂപേണ പറയുക. കാരണം അങ്ങനെയും നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുമെന്ന് എനിക്കറിയാം. ദേഷ്യം വരട്ടെ. ഇത് കേട്ട് മടുത്ത് ചെറുപ്പക്കാരോട് ഞാൻ പറയാം, നിങ്ങളുടെ നട്ടല് നിങ്ങൾ പണയം വെച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നിങ്ങൾ അവരുടെ ക്ലോസറ്റിൽ കൊണ്ടുപോയത് ഇട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ബ്രെയിൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിൾ വായിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ തൻ്റെ ഇടത്തോടെ ദൈവവചന സത്യത്തിന് വേണ്ടി നിൽക്കണം. ഏതെങ്കിലും മൂപ്പിലാന്മാർ കിളവന്മാർക്ക് വിവരമില്ലാതെ പറഞ്ഞ വിഡ്ഢിത്തരങ്ങളുടെ പുറകെ നിങ്ങൾ പോകരുത്. സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക. ഈ തലമുറയ്ക്ക് കൊടുക്കാൻ സന്തോഷത്തിൻ്റെ സദ്വർത്തമാനവുമായിട്ട് നിങ്ങൾ നിൽക്കുക. ഭീതിപ്പെടുത്തുന്ന ഹൊറർ തിയോളജി പ്രസംഗിക്കാതിരി. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന അലുവയുടെ അടുക്കെ കൊണ്ടുവന്നിട്ട് പപ്പിയുടെ പൂ വെക്കാതിരി. അത് മനസ്സിലാക്കുക. മനോഹരമായ സുവിശേഷത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടു പപ്പിപ്പൂ വെക്കാതിരി. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, യേശു ഇപ്പോൾ വരാൻ പോകുന്നു, ഇപ്പം വരും എന്ന് പറയുന്ന സകല പുള്ളികളുടെയും ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വസ്തുവും നിങ്ങളുടെ വീടും കാറും എല്ലാം എൻ്റെ പേര് എഴുതി തരണം. ചുണയുണ്ടോ? നിങ്ങളുടെ വിശ്വാസം സത്യമാണെങ്കിൽ, നിങ്ങൾ പ്രസംഗിക്കുന്ന സത്യമാണെങ്കിൽ
ഇന്ന് എൻ്റെ ടെലിഫോണിൽ വിളിച്ചിട്ട് നാളെ ഈ ലോക്ക്ഡൗൺ കഴിയുന്ന കാലത്ത് നിങ്ങളുടെ വസ്തു എൻ്റെ പേര് എഴുതി തരണം. തോമസ് മാമനോട് ഞാൻ പറയാം, ചുണയുണ്ടോ തരാൻ? ചാത്തന്നൂരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് പറ്റുമോ നിങ്ങളുടെ വസ്തു എനിക്ക് എഴുതി തരാം? നിങ്ങളുടെ ഏച്ചു വരാറായില്ലേ? താങ്കൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് സത്യമാണെങ്കിൽ താങ്കളുടെ വീടും വസ്തുവല്ല എൻ്റെ പേര് എഴുതാം. ചുണയുണ്ടെങ്കിൽ അല്ലെങ്കിൽ താങ്കൾ മനുഷ്യനെ കളിപ്പിക്കുന്ന ആളാന്ന് ഞാൻ പറയാം. യേശു വരാൻ പോവാണ്. നക്ഷത്രങ്ങളെല്ലാം കൂടെ ചറപറാന്ന് ഭൂമി വീഴുന്നു. ഒരു നക്ഷത്രം ഭൂമിയിലോട്ട് വീണ ഭൂമി കാണത്തിലോട്ട് പിന്നെ 1000 ആണ്ട് വാഴാൻ യേശു എവിടെ വരുമെന്ന്? യേശുവിനെ കാലുകുത്ത ഭൂമി സ്ഥലം വേണ്ടേ? ഭൂമി പൊടിഞ്ഞു പോടും ഒരു നക്ഷത്രം വന്ന് വീണ. നക്ഷത്രം എന്ന് പറഞ്ഞാൽ വരിക്കച്ചക്കയാന്നുള്ളതാണ് എനിക്കതിരി. അയ്യോ, എനിക്ക് ദേഷ്യം വരുന്നത് ദേഷ്യമല്ല കേട്ടോ. കുറേ വർഷങ്ങൾ ഞാൻ ഈ വിഡ്ഢിത്തരങ്ങൾ വിശ്വസിച്ച് നടന്നല്ലോ എന്നോർക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ. അയ്യോ ദൈവമേ, അപമാനം. കുറേ വർഷങ്ങൾ ഈ വൃത്തികേടുകളും ഈ വിഡ്ഢിത്തരങ്ങളും ഇതെല്ലാം കൂടെ വിശ്വസിച്ചുകൊണ്ട് ഈ പള്ളിക്കകത്ത് കയറി ഇരുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ ഉണ്ടാകുന്ന നാണക്കേട് കൊണ്ട് ഞാൻ അങ്ങ് പറയുമോ. അല്ലാതെ എനിക്ക് വ്യക്തികളോട് ആരോടത്തും ഒരു വിഷമവുമില്ല. എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് ഈ കവളിപ്പീര് നിങ്ങൾ രക്ഷപ്പെടണം പ്രിയരെ. കവളിപ്പീര് നിങ്ങൾ രക്ഷപ്പെടണം. വെളിപ്പാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഭീതിപ്പെടുത്തുന്ന ഈ നടപടികളിൽ നിന്ന് അവസാനിക്കണം. ബുദ്ധിയുള്ളവർ ഇവർ ഈ MDHും MDയും PhD ഒക്കെ എന്തിൻ്റെ പേരിലായി വാങ്ങിച്ചത്? എന്ത് സുവിശേഷമാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത്? എന്ത് സുവിശേഷമാണ് നമുക്ക് ലോകത്തിന് കൊടുക്കാനുള്ളത്? ഹൊറർ തിയോളജി അല്ലേ? വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നല്ല നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള രുചികരമായ ആഹാരത്തിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുപോയി കുറച്ച് പശുവിൻ്റെ ചാണകം കൂടെ കൊണ്ടങ്ങ് വെച്ചേക്കുക. എന്നിട്ട് പറയാം സുവിശേഷം വിശ്വസിച്ചോ, വിശ്വസിച്ചില്ലെങ്കിൽ നീ ചാണകം തിന്നേണ്ടി വരുമോ? അത് രണ്ടും കൂടെ ഒരു പാത്രത്തിലാണ് വിളമ്പുന്നത്. സുവിശേഷ മഹായോഗം എന്ന ആ പാത്രത്തിനകത്ത് തന്നെ ഇവ ഈ പപ്പിപ്പൂവും കൂടെ വിളമ്പുന്നു. കൊറോണ വന്നു. കൊറോണ എൻ്റെ സഹോദര, ഈ കൊറോണയല്ല ഇതിനപ്പുറത്ത് വന്നാലും ഈ ഭൂമിയെ തൊടാൻ ഒരു ഭൂമിയിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഈ ഭൂമി 100% സജീവമായി വരും. ഇത് മൊത്തം ദൈവം റെസ്റ്റോർ ചെയ്യും. ഇത് നേരത്തേക്കാൾ മുമ്പലത്തേക്കാൾ ഇതിൻ്റെ മഹിമ വലുതായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ട് ഭൂമി നിറയാൻ പോവുകയാണ്. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിയും ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും സംഭവിക്കാൻ പോവുക. ഇതുകൊണ്ടൊന്നും അവസാനിക്കത്തില്ല, ഒരവസാനമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഞാൻ പറയാം, കർത്താവിൻ്റെ വേലക്കാരോട് ഞാൻ പറയാം, ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ ആരെയും പേടിക്കുന്നു? നിങ്ങൾ IPCക്കാരെയാണ് പേടിക്കുക, ചർച്ചോക്കോടിനെ പേടിക്കും. ഇവരൊക്കെ നിങ്ങൾ തലയ്ക്ക് നിങ്ങൾക്ക് വേറെ നിങ്ങൾ ആരെയും പേടിക്കുന്നു? നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ നട്ടലും കൊണ്ടുവന്ന് നിങ്ങൾ ആർക്കും പണയം വെക്കരുത്. സത്യത്തിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുക. ഏതാ സത്യം? സത്യം പ്രസംഗിക്കുന്നിടത്ത് പോപ്പുലർ. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ അങ്ങാടിയിൽ വന്നനും പള്ളിയിൽ മുഖ്യസ്ഥാനവും വേണ്ടവർക്ക് ഞാനിത് പറയുന്നതൊക്കെ ചുമ്മാ ചെവി കൊണ്ട് കേട്ട് ഇടത്തെ ചെവി കൊണ്ട് കളഞ്ഞേക്കണം. പോപ്പുലാരിറ്റി ആവശ്യമുള്ളവർക്ക് പറ്റിയതല്ല ഈ മെസ്സേജ്. അംഗീകാരം ആവശ്യമുള്ളവർക്ക് പറ്റിയതല്ല ഈ സന്ദേശം. ഞാനിത് പ്രസംഗിക്കുന്നത് ഈ തലമുറയോടാണ്. നിങ്ങളിത് പറയും, പറഞ്ഞില്ല അടുത്തൊരു തലമുറ എഴുന്നേറ്റ് വരും, അടുത്ത തലമുറ ഇതിനെ തെളിയിക്കും. നിങ്ങളുടെ എസ്കറ്റോളജിയെ ഈ കൊച്ചുങ്ങളെടുത്ത് വെറും മുനിസിപ്പാലിറ്റിയുടെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഫ്ലഷ് ഔട്ട് ചെയ്യും. അത്ര നീചവും വൃത്തിഹീനവുമായ ഈ ദുരിതമുഖമുള്ള ഈ അന്ത്യകാല ശാസ്ത്രം ക്രൈസ്തവ സഭയുടെ പേരുദോഷം ഉണ്ടാക്കുന്നതാണ്. കൊറോണയെക്കാളും മാരകമായ വൈറസുകളാണ് ഇന്ന് ക്രൈസ്തവ ലോകത്ത് നിൽക്കുന്നത്. സോ ബിവെയർ ഓഫ് ഇറ്റ്. ധൈര്യമായിട്ടിരിക്കും. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? ഞാൻ ഈ പറയുന്ന ഒരു കാര്യം കൊണ്ടും ആരുടെയും രക്ഷ നഷ്ടപ്പെടത്തില്ല. ആർക്കും യേശുവിനോടുള്ള സ്നേഹം കുറയത്തില്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഒരാളും പാപം ചെയ്യാനുള്ള ബോധം വരത്തില്ല, ഒരാളും തെറ്റിലേക്ക് പോകത്തില്ല. ദൈവരാജ്യത്തെ തൊടാൻ ആർക്കും പറ്റില്ല. രാജ്യത്തിൻ്റെ വക്താക്കളായി മാറും. ഏതെങ്കിലും 4 സഭയുടെയും സംഘടനയുടെയും ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും ഒക്കെ അംഗങ്ങളായിട്ട് നിൽക്കാതെ സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. സ്റ്റാൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി നിൽക്കുക. അതുകൊണ്ട് ഞാനീ പറഞ്ഞ ശ്രദ്ധിക്കുക. ഇപ്പോൾ യേശു വരും. ഞാൻ ഒന്നുകൂടെ അങ്ങ് ആവർത്തിക്കുന്നു. ഇപ്പം ആർക്കെങ്കിലും പുതുതായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യേശു വരും.
പിടിച്ചോ വന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ അച്ഛന്മാരെല്ലാം അവരുടെ വസ്തുവും വീടും എസ്റ്റേറ്റും കാറും ബാങ്ക് ബാലൻസും ഫിക്സഡ് ഡിപ്പോസിറ്റിനകത്ത പേപ്പറും എല്ലാം എൻ്റെ പേര് തരണം, എൻ്റെ പേര് തരണം, എല്ലാവരും എൻ്റെ പേര് തരണം. എല്ലാം തരാൻ പറ്റുമോ? നിങ്ങളുടെ എൻ്റെ ആത്മാവ് എന്താണെന്ന് മോൻ തൃശ്ശൂർ പോയിരുന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ ചക്കരെ. എൻ്റെ ശൈലി, എൻ്റെ ആത്മാവ് എന്താണെന്ന് എനിക്കറിയടാ ചക്കര മോനെ കേട്ടോ. ജസ്സിന് തൃശ്ശൂര് സംസാര ശൈലിക്കകത്തവന് ആത്മാവിനെ തിരിച്ചറിയുമെന്ന്. അങ്ങനെയാന്ന് നീ ആ ലൈവിൽ നിന്ന് എന്നെ ഒന്ന് ശാസിക്കട. ജസിൻ തൃശ്ശൂർ, സംസാര ശൈലിയിൽ നിന്ന് നിങ്ങളുടെ ആത്മാവ് ഏതാണെന്ന് തിരിച്ചറിയുന്നു ഒന്ന് പറ. ഏതാണ് ആത്മാവ്? പറ, ഏതാണ് ആത്മാവ്? സത്യം വിളിച്ചു പറയുന്നതാണോടാ കുഴപ്പം. നീ ഒന്ന് ശാസിക്ക്, നീ ചുണയുള്ള ആളാണെന്ന് ശാസിക്ക്. എന്നിട്ട് ഇപ്പം ഞാനൊന്ന് ഇളകട്ടെ, എൻ്റെ അകത്തുള്ള ആത്മാവ് കൊള്ളാത്ത ആത്മാവാണ്, ഒന്ന് ഇളകി മാറിയട്ടെ. ഇതുപോലെ വന്നിട്ട് ഇങ്ങനെ കാര്യം മനസ്സിലാക്കാതെ ഇങ്ങനെ എഴുതുന്ന നിൻ്റെ ആത്മാവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറയട്ടെ. ആ ആത്മാവിന് ഞാൻ പറഞ്ഞാൽ നീ നാണക്കേടായി, ഇപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കാരണം അവന് കുരു പൊട്ടിയതാണ്, അവനെന്തോ പൊട്ടിയതാണ് പറഞ്ഞപ്പോൾ. അവന് യേശുക്രിസ്തുവിനെ ഇപ്പം കൊണ്ടുവന്നിട്ട് ഇപ്പം അന്തിക്രിസ്തുവിനെയും കൊണ്ടുവന്ന് നാശകോടാലി ആക്കണം നമുക്ക്. ദിസ് ഈസ് നോട്ട് ദ റിയാലിറ്റി. കാരണം ഈ ഭയപ്പെടുത്തുന്ന ഇത് ഞാനിത് മാത്രം പറയല്ല, ഇത് ജനങ്ങളെ ഇവരുടെ കച്ചവടം പൂട്ടും. ഇവിടെ ഒരുപാട് ആളുകളുടെ കച്ചവടം പൂട്ടും. കാരണം എന്തറിയാമോ, ഇത് കുറേ ആളുകളുടെ വയറ്റിപ്പഴപ്പിൻ്റെ മാർഗമാണിത്. വിട്ടേക്കുന്നു. ചുമ്മാ പുള്ളിയൊരു തമാശ പറഞ്ഞപ്പോൾ ഞാനൊരു തമാശ പറഞ്ഞ മുദ്ര പൊട്ടിക്കട്ടെ അവർ. ഈ മുദ്ര മൂന്നാമത്തെ, ഇനി അടുത്ത 6ാം മുദ്ര, ഇനി അടുത്ത ഒരു മുദ്രയുടെ ഉള്ളൂ, അത് പിന്നെ അങ്ങനെ നമുക്ക് പൊട്ടിക്കാം. അതുകൊണ്ട് ഹൊറർ തിയോളജിയിൽ നിന്ന്, ഭീതിപ്പെടുത്തുന്ന തിയോളജിയിൽ നിന്ന്, നാശം വിതയ്ക്കുന്ന തിയോളജിയിൽ നിന്ന്, നശിപ്പിക്കുന്ന തിയോളജിയിൽ നിന്ന് നമ്മൾ 100% എഴുന്നേക്കണം. സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ തേജസ്സിൻ്റെ സദ്വർത്തമാനവാഹികളായി നിങ്ങൾ മാറണം. ലോകം മൊത്തം ഭയപ്പെട്ടിരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ പോകരുത്. ഇനി ജനത്തിന് ആവശ്യം സ്വാന്തനത്തിൻ്റെ സന്ദേശങ്ങളാണ്, പ്രത്യാശയുടെ സന്ദേശങ്ങളാണ്, ആനന്ദത്തിൻ്റെ സന്ദേശങ്ങളാണ്. ഓൾറെഡി ജനങ്ങളുടെ എല്ലാം പ്രതീക്ഷ പോയി. ഇപ്പോൾ ലോകം മൊത്തം പ്രതീക്ഷ പോയിരിക്കുക. ഇവിടെ തന്നെത്താൻ കൊല്ലുവാൻ വാളുമായിട്ട് നിൽക്കുന്ന കാരാഗൃഹ പ്രമാണിയുടെ കാലമായത്. ഒരു ചെറിയ തിരിയുടെ വിളക്കുമായിട്ട് ഈ അന്ധകാരമുള്ള ലോകത്ത് പൗലോസും ശീലാസും പുറത്തിറങ്ങേണ്ട സമയമായത്. പൗലോസും ശീലാസും ഒരു തിരിനാളവുമായി പുറത്തിറങ്ങണം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഭാരതീയന്, പ്രതീക്ഷ നഷ്ടപ്പെട്ട ലോകരാജ്യങ്ങൾക്ക് ഒരു തിരിനാളമായി നാം എഴുന്നേക്കേണ്ട സമയം വന്നു കഴിഞ്ഞു. ഞാൻ ഇവിടുത്തെ തലമുറയോടും ചെറുപ്പക്കാരോടും പറയാം, നിങ്ങളുടെ സമയം വന്നു കഴിഞ്ഞു. എഴുന്നേറ്റ് തെളിയിക്കുക. സത്യവചനം നിങ്ങൾ പറയാൻ തുടങ്ങുക. ദൈവം നിങ്ങളുടെ കൂടെ നടന്ന് അത് സത്യമാണെന്ന് തെളിയിക്കും. അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും തെളിയിക്കും. നിങ്ങൾ ഇന്ന് പ്രസംഗിക്കുന്നതൊന്നും യേശു തെളിയിക്കാൻ വരത്തില്ല. കാരണം തെളിയിക്കാൻ വന്നാൽ യേശുവിന് മാനം പോവും. അതുകൊണ്ടാണ് സത്യവചനം പ്രസംഗിക്കുക. God will prove it with miracles and signs. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലെ മുദ്രകൾ 6ഉം ഇനി സംഭവിക്കുവാനുള്ളതല്ല, സംഭവിച്ചു കഴിഞ്ഞതാണ്. അത് റോമൻ സാമ്രാജ്യത്തിലൂടെ ഇസ്രായേലിൽ വന്നു ഭവിച്ചതാണ്. ആ ഭയാനകമായ സംഭവം ഇനിയും ആവർത്തിക്കും. ആ പ്രവചനത്തിന് ഇനി രണ്ടാമതൊരു ഫുൾഫിൽമെന്റ് ഉണ്ട് എന്ന ചിന്ത വെച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മനോഹരമായ സുവിശേഷത്തിന് കളങ്കം ചേർക്കരുത്. ദൈവം തിന്മയെ വീണ്ടും ആവർത്തിക്കുന്ന ദൈവമല്ല. I believe that goodness of God will repeat again, but His judgment will never repeat again.
അവൻ്റെ നന്മ, അവൻ പറഞ്ഞ നല്ല കാര്യം വീണ്ടും ആവർത്തിക്കും. പക്ഷേ അവൻ പറഞ്ഞ തിന്മയുടെ ഒരു സന്ദേശവും അത് രണ്ടാമതൊരു ഡുവൽ ഫുൾഫിൽമെൻ്റ് ഇല്ല. ഇറ്റ്സ് ഓൺസ് ഫുൾഫിൽ ഫോർ എവർ. ഇറ്റ് വിൽ നെവർ ഹാപ്പൻ അഗെയിൻ. Hallelujah. So this is a time that the kingdom of God has to rise up. Has to rise up. ദൈവരാജ്യം എഴുന്നേൽക്കണം. ദൈവരാജ്യം വരണം. ദൈവരാജ്യം വരണം. ഞങ്ങളുടെ ചർച്ചിൽ 10,000 വിശ്വാസികളുണ്ട്. സർ, ഐ ബിലീവ്, ഐ ലവ് യു, ഐ സല്യൂട്ട് യു. പക്ഷെ ആ 10,000 വിശ്വാസികളെ കൊണ്ട് നിങ്ങൾക്കൊരു പഞ്ചായത്തിനെങ്കിലും ചലിപ്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ 22,000 ബിലീവേഴ്സ് ഉള്ള നിങ്ങളുടെ സഭ കൊണ്ട് നിങ്ങളുടെ ആ ലൊക്കാലിറ്റിക്ക് ഒരു ചലനം വരുത്താൻ പറ്റുമോ? എന്തിനാ? 10-12 പേരെ കൊണ്ട്, വെറും 12 പേരെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിച്ചവന്റെ സംവിധാനമാണ് യേശുവിൻ്റെ മാർഗം. ഇവിടെ 10,000 കൂടിയിട്ടും പഞ്ചായത്ത് പോലും അറിഞ്ഞിട്ടില്ല. ഉപയോഗശൂന്യമായ പ്രാർത്ഥനാ കൂട്ടങ്ങൾ, പ്രയോജനരഹിതമായ സഭകൾ, അർത്ഥശൂന്യമായ സുവിശേഷീകരണം. 10,000 കൂട്ടിട്ടും പഞ്ചായത്തിന് പോലും ഗുണമില്ല. 12 പേർ അതിലൊരുത്തം പിശാച് പോട്ടെ, 11 പേരെ കൊണ്ട് ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചു യേശു കർത്താവ്. എവിടെ പോയി ആ ദൈവസാന്നിധ്യം? എവിടെ പോയി ആ ദൈവത്തിൻ്റെ മഹത്വം? തിരിച്ചു വരും. തിരിച്ചു വരണം. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവിടുത്തെ സഭ മുഖാന്തരം വെളിവായി വരണം. ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ പ്രിയരെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സോ ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്. 6ാമത്തെ മുദ്ര ഇസ്രായേലിൻ്റെ മഹത്വക്കളെയും രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും ധനവാന്മാരെയും ബലവാന്മാരെയും ദാസന്മാരെയും പുത്രന്മാരെയും പുത്രിമാരെയും സ്ത്രീകളെയും ഒക്കെ അടിച്ച് താഴ്ത്തി തകർത്ത് ദൈവത്തിൻ്റെ മഹാകോപത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ഒളിക്കുന്ന ശ്രമിക്കുന്ന ഇസ്രായേലിൻ്റെ രോധനമാണത്. അത് യേശു പറഞ്ഞ വാചകങ്ങളിലുണ്ട്. അപ്പോസ്തലനായ യോഹന്നാൻ അത് വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈസ് ഓൾറെഡി ഫുൾഫിൽഡ് ഫോർ എവർ. It is already fulfilled forever. So do not worry about that seal. ആ മുദ്രയെക്കുറിച്ച് നീ ഭാരപ്പെടേണ്ട. It's already fulfilled forever. സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ ഇനിയും do not worry about it. It's already happened in the judgment of Israel. When the destruction of Jerusalem is already fulfilled forever. So ധൈര്യമായിട്ട് മുമ്പോട്ട് പോകും. നിങ്ങൾ പോകുന്നിടത്തൊക്കെ ദൈവരാജ്യം പണി. ഈ മഹാമാരിയുടെ കാലത്തും നമുക്കും ഇനി ഒരു തിരുനാളവുമായിട്ട് ഇറങ്ങാം. മരണം കൊതിച്ചിരിക്കുന്നവൻ്റെ നടുവിൽ അന്ന് പൗലോസ് രാത്രിയിൽ ആ തിരുനാളവുമായി, ആ വിളക്കുമായി പുറത്തിറങ്ങിയ പോലെ ഭാരതത്തിലെ ദൈവരാജ്യം വിളക്കുമായി പുറത്തിറങ്ങണം. ഇറങ്ങി അരുത്, നിങ്ങളെ തന്നെ കൊല്ലരുത്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറയുന്ന ദൈവകൃപ നമ്മൾ വ്യാപരിക്കട്ടെ. ഇത്രയും നേരെ എന്നെ വാച്ച് ചെയ്ത് എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഞാൻ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചൂടായി പറഞ്ഞതൊക്കെ നിങ്ങളങ്ങ് ക്ഷമിച്ചു തരാം. എനിക്ക് അങ്ങനെ ഒതുക്കി പറയാൻ അറിയത്തില്ല, അതുകൊണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഹൃദയം ദൈവത്തിനറിയാം, എൻ്റെ നാവിലെ വാക്ക് ദൈവത്തിനറിയാം, ഞാൻ എന്തിനിത് പറയുന്നത് ദൈവത്തിനറിയാം. ദാറ്റ്സ് ഓൾ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആശിഷ് തോമസ്, താങ്ക് യു സുനിൽ ജോൺ, സുജിത് ബ്രദർ, കാനഡയിലൊക്കെ തണുപ്പുണ്ടോ? നല്ല തണുപ്പാണോ? അരുൺ ജോൺ, സിജോ എബ്രഹാം, അനീഷ് കട്ടപ്പന, അജയ് കുമാർ, അനിൽ കുമാർ, വിൽസൺ, വില്യം അലശ്ശേരി. ബ്ലസ് യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ജോമറ്റ് പോൾ, മലബാറിൽ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ബിജു പൊടിയൻ, സന്തോഷ് ഡാനിയേൽ, ജിജി കടവിൽ, ഞങ്ങളുടെ പഴയ മാർത്തോമ സഭയിലെ വിശ്വാസിയാണ്. ജീനു മാവേലിക്കര. സോ എല്ലാവരോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. ഈ രാത്രി ഒരു ശുഭനിദ്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരുന്നു. അതുകൊണ്ട് ഡു നോട്ട് വറി അബൌട്ട് ബുക്ക് ഓഫ് റെവലേഷൻ. ഡു നോട്ട് ബി പാനിക്.
Be strong. Stay on the happy theology. Let us be free from all horror theology. May the Lord richly bless you, bless you, bless you, bless you. ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിക്കും. നിങ്ങളുടെ തലമുറകളെ ആശീർവദിക്കും. നിങ്ങളുടെ സമ്പത്തിനെ ആശീർവദിക്കും. നിങ്ങളുടെ ബിസിനസ്സിനെ ആശീർവദിക്കും. നിങ്ങളുടെ തലമുറകൾ ഉയർച്ച പ്രാപിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തികൾ ആശീർവദിക്കപ്പെടട്ടെ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ഭയത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. വഞ്ചനയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക. നിങ്ങളെ ആരും ചതിക്കാതിരിക്കട്ടെ. Hallelujah. Glory to God. Bless you, bless you, bless you. ഈ ഒരു പ്രതിസന്ധിയുടെ കാലമാണ്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. സന്തോഷമായിട്ടിരിക്കുക. സന്തോഷം. ഇപ്പം നിങ്ങൾ വിചാരിക്കുക എല്ലാ വഴിയും അടഞ്ഞില്ല. ദൈവം 1000 വഴികൾ തുറക്കും. നമ്മുടെ രാജ്യം ഇതിനേക്കാൾ വലിയ പുരോഗതിയിലേക്ക് വരും. ലോകരാജ്യം തീർന്നു എന്ന് പറയുന്നവർ 1000 അനുഗ്രഹത്തിലേക്ക് പോകാൻ പോവുക. സമൃദ്ധിയിലേക്ക് പോകാൻ പോവുക. ഉയർച്ചയിലേക്ക് പോകാൻ പോവുക. മാന്യതയിലേക്ക് പോകാൻ പോവുക. Amen. I bless each and every continent. I bless India. I bless Kerala. I bless each everyone. നമുക്ക് തിരുനാളം ഉയർത്തിപ്പിടിക്കേണ്ട സമയമാണ്. പ്രധാനമന്ത്രി പറഞ്ഞ പോലെ ഞായറാഴ്ച 9 മണിക്ക് മാത്രമല്ല, നമുക്ക് സുവിശേഷത്തിൻ്റെ സദ്വർത്തമാനത്തിൻ്റെ തിരുനാളത്തെ ഈ അന്ധകാരമുള്ള ലോകത്ത് ഉയർത്തിയിട്ട്, അരുത് സഹോദര, നീ നിന്നെ തന്നെ കൊല്ലരുത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുന്ന സദ്വർത്തമാനവുമായി നമുക്കിറങ്ങാം. Hallelujah. Thank you, Lord Jesus. I bless you, brothers and sisters. I bless you all. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല സാവകാശത്തിനായി സ്തോത്രം. അങ്ങയുടെ തിരുവെഴുത്തുകളെ പഠിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നു. സത്യവചനത്തെ യഥാർത്ഥമായി വിഭജിക്കാനും ചിന്തിക്കാനും വിശ്വസിക്കാനും ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവെ, നാടിനെ ചലിപ്പിക്കുന്ന, ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി എൻ്റെ കേൾവിക്കാരെ മാറ്റണമേ. ഭയത്തിലും ഭീതിയിലും നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ആശങ്കയിലും ഇരിക്കുന്ന എൻ്റെ മക്കൾക്ക് ആനന്ദം പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷകളുടെ മേൽ അങ്ങയുടെ തിരുനാളം വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഓരോരുത്തരുടെ ഉള്ളങ്ങളിലും വസിക്കുന്നുണ്ട്. സ്തോത്രം. കുടുംബങ്ങളിൽ സമാധാനം, ആയുസ്സും ആരോഗ്യവും സൗഖ്യവും യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദയയ്ക്കും കൃപയ്ക്കുമായി സ്തോത്രം. അത് യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ. May the Lord richly bless you. നമുക്ക് അടുത്ത ലൈവിൽ കാണുന്നവരെയും കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Good night with the Holy Ghost. Amen.